പുലർച്ചെ 1 മണി. കോട്ടയം മെഡിക്കൽ കോളേജ് റോഡ്. മെഡിക്കൽ കോളേജിലേക്കുള്ള അത്യാവശ്യ വാഹനങ്ങൾ ഒഴിച്ചാൽ തീർത്തും വിജനമായൊരു റോഡ്. പെട്ടെന്ന് അതിവേഗതയിൽ ഒരു ബ്ലാക്ക് ജീപ്പ് ആ വഴി കടന്നുപോയി. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഒരാൾ മാത്രമേ ആ ജീപ്പിലുള്ളൂ. ഒരു ബ്ലാക്ക് കോട്ടാണ് അയാളുടെ വേഷം. കയ്യിൽ കറുത്തൊരു ഗ്ലൗസും ഇട്ടിട്ടുണ്ട്. കോട്ടയം റൂട്ടിൽ കുറച്ചോടിയ ശേഷം ആ ജീപ്പ് റോഡിനോട് ചേർന്ന് ഒരു ഇരുനില വീടിന്റെ മതിലിനോട് ചേർത്ത് ഒതുക്കിയിട്ട് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തു. ശേഷം വണ്ടിയും ഓഫ് ചെയ്ത് മുഖത്തേക്ക് ഒരു കറുത്ത മാസ്കും വെച്ച് ബാഗും എടുത്തുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി. ചുറ്റും ആരുമില്ലെന്നുറപ്പുവരുത്തി അയാൾ ആ വീട്ടിലേക്ക് നടന്നു. പുലർച്ചെ 1:30 AM. അയാൾ വീടിന്റെ മതിൽ ചാടി കടന്നതും അയാളെ കണ്ട് ആ വീട്ടിലെ പട്ടി കുരച്ചുകൊണ്ട് ഓടി വന്നു. അതുകണ്ട് അയാളൊരു ചിരിയോടെ ആ പട്ടിക്കായി എന്തോ ഒന്നിട്ട് കൊടുത്തു. അത് കഴിച്ച ആ പട്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ മയങ്ങി വീണു. ശേഷം അയാൾ ആ വീടിന്റെ പുറകുവശത്തേക്ക് നടന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഏണി വെച്ച് അയാൾ ആ വീടിന്റെ 2ാം നിലയിലെ ഒരു ബാൽക്കണിയിലേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്ന ഒരു ജനലിലെ ഗ്ലാസ്സിലേക്ക് ഒരു വാക്യൂം ക്ലിപ്പ് ഘടിപ്പിച്ച് ഗ്ലാസ് കട്ടിംഗ് ബ്ലേഡ് കൊണ്ട് വരിഞ്ഞതും അത്രയും ഭാഗം അയാളുടെ കയ്യിലിരുന്നു. ശേഷം അത് മാറ്റിവെച്ച് ആ ദ്വാരം വഴി കൈയിട്ട് ഡോറിന്റെ അകത്തെ ലോക്ക് തുറന്ന് മുറിക്കുള്ളിലേക്ക് കയറി. ആ മുറിയിൽ അപ്പോൾ ഒരു 10-15 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി കട്ടിലിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. നൈറ്റ് ഡ്രസ് ആയിരുന്നു വേഷം. അയാൾ ആ പെൺകുട്ടിയെ അല്പനേരം നോക്കി നിന്ന ശേഷം ആ മുറിക്ക് ചുറ്റിലുമൊന്ന് നോക്കി. അവൾ കിടക്കുന്നതിന് മുകളിലെ ഭിത്തിയിൽ ഒരു ഫാമിലി ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൽ അച്ഛനും അമ്മയും ആ പെൺകുട്ടിയും ചെറിയൊരു ആൺകുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത്. കട്ടിലിനോട് ചേർന്ന് ഒരു സ്റ്റഡി ടേബിളും അതിൽ പുസ്തകങ്ങളും ഇരിപ്പുണ്ട്. എല്ലാം ഒന്ന് നോക്കിയ ശേഷം അയാളുടെ തോളിലിരുന്ന ബാഗിൽ നിന്നും ഒരു കുപ്പിയും കുറച്ച് പഞ്ഞിയും എടുത്തു. കുപ്പിയുടെ പുറത്ത് ക്ലോറോഫോം എന്ന് എഴുതിയിരിക്കുന്നു. അയാൾ ആ കുപ്പിയിൽ നിന്നും കുറച്ച് ക്ലോറോഫോം എടുത്ത് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് കൊണ്ടുചെന്ന് മണപ്പിച്ചു. അല്പസമയം കഴിഞ്ഞതും ആ വീട്ടിൽ നിന്ന് ഒരാളുടെ നിലവിളി ഉയർന്നു. കുറച്ചു നേരത്തേക്ക് ആ നിലവിളി ആ മുറിയിൽ പ്രതിധ്വനിച്ചു നിന്നു. ശേഷം നിലവിളി പതിയെ പതിയെ കുറഞ്ഞു വന്നു. ഒരു ഏങ്ങലടി ശബ്ദം മാത്രമായി. പുലർച്ചെ 3:30 AM. വീടിനുള്ളിലേക്ക് കയറിപ്പോയ അയാൾ കയറിയ പോലെ തന്നെ തിരിച്ചിറങ്ങി. ഡോറ് ചാരി ജനലിലൂടെ കൈയിട്ട് ആ ഡോർ അകത്തു നിന്നും ലോക്കിട്ടു. ശേഷം പുറത്തേക്ക് വന്ന് ഗേറ്റ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയ ശേഷം അയാൾ ചുറ്റിനുമൊന്ന് നോക്കി. ആരും ആ ചുറ്റുവട്ടത്ത് ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി. ശേഷം ഗേറ്റിലെ നെയിം ബോർഡിലേക്ക് പുച്ഛത്തോടെ ഒന്ന് നോക്കി. ഐറിക് എബ്രഹാം, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ശേഷം അയാൾ ജീപ്പിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അതിൽ കയറി അയാൾ ജീപ്പ് ഓടിച്ചു പോയി. പുലർച്ചെ 7 മണി. കോട്ടയം പോലീസ് സ്റ്റേഷൻ. ഹലോ, കോട്ടയം പോലീസ് സ്റ്റേഷൻ. വാട്ട്? എപ്പോൾ? ഓക്കെ, ഞങ്ങൾ പെട്ടെന്നെത്താം. ഇത്രയും പറഞ്ഞ് ആ കോൾ കട്ട് ചെയ്തു. കോൺസ്റ്റബിൾ സുഗുണൻ തന്റെ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അന്ന് പുലർച്ചെ 6:30 AM. കഞ്ഞിക്കുഴിയിൽ നിന്നും ദേവലോകം റൂട്ടിലെ ഒരു റെസിഡൻസ് ഏരിയ. അതുവഴി ട്രാക്ക് സ്യൂട്ട് ഇട്ടൊരു യുവതി ഓടി വരുന്നു. അവളുടെ ചെന്നിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൾ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയതും ഗുഡ് മോർണിംഗ് മാഡം. പുറകിൽ നിന്ന് ഒരാൾ പറഞ്ഞത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ആ, ആരിത്? മംഗളഭൂമിയിലെ പുലിക്കുട്ടി ലക്ഷ്മിയോ? എന്നെത്തി ഇവിടെ? അവൾ ഗേറ്റിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും ACP ഗൗരി നന്ദ മാഡം എങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞാൻ ചെറിയൊരു പുലിക്കുട്ടി തന്നെയാണ്. ലക്ഷ്മി തന്റെ സ്പെക്സ് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, ഞാൻ കളിയാക്കാൻ നമ്മൾ ആരുമല്ലേ. ഇന്നലെ മലയാള വിഷനിലെ നിന്റെ പ്രോഗ്രാം കണ്ടിരുന്നു ഞാൻ. കേരള പോലീസിനെ മൊത്തത്തിലങ്ങ് ഏറി കയറ്റിയല്ലോ. ഗേറ്റ് തുറന്ന ഗൗരിയോടൊപ്പം അകത്തേക്ക് നടന്ന ലക്ഷ്മിയോട് അവൾ പറഞ്ഞു. ലക്ഷ്മി ഒന്ന് ചിരിച്ചു കാണിച്ചതും ഗൗരി അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ. കേരള പോലീസിലെ 2 കോൺസ്റ്റബിളാണ് ഒരേ രീതിയിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതും 2 ലേഡി പോലീസുകാര്. എന്നിട്ട് ഇതുവരെ കൊലയാളി ആരാന്ന് പോയിട്ട് കൊലപാതക കാരണം പോലും നിങ്ങൾ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ പിന്നെ ഞാൻ ചോദിച്ചതിൽ എന്താ ഇത്ര തെറ്റ്? അതിനെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്.
പ്രതിയെ പിടിക്കുമ്പോൾ മോളെ അറിയിക്കാം. ഗൗരി ഇതും പറഞ്ഞ് വീട്ടിലേക്ക് കയറി. സിറ്റ് ഔട്ടിൽ വെച്ചിരുന്ന ബോട്ടിലിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചു. ആ, അതിപ്പോ നിങ്ങ പറഞ്ഞില്ലേലും ഞാൻ അറിയും, ഗൗരിയുടെ പുറകെ വന്ന ലക്ഷ്മി പറഞ്ഞു. ആ, അല്ലേലും ഇങ്ങനെ പോലീസിന്റെ പുറകെ നടന്ന് അവർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളാണ് ആദ്യം മനസ്സിലാക്കിയതെന്നും പറഞ്ഞ് ന്യൂസ് ഇറക്കാൻ നിങ്ങൾ ജേർണലിസ്റ്റിനെ കഴിഞ്ഞ ആളുള്ളൂ, ഗൗരി ലക്ഷ്മിയെ നോക്കി പറഞ്ഞു. ആ, രാവിലെ വന്നപ്പോഴേ രണ്ടും കൂടി തുടങ്ങിയോ? 2 ദിവസം ഒരാളിവിടെ ഇല്ലാതിരുന്നപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു. ഗൗരിയുടെയും ലക്ഷ്മിയുടെയും അടികണ്ട് അവിടേക്ക് വന്ന 2 പേരുടെയും അമ്മയായ അംബിക പറഞ്ഞു. അല്ലേൽ അമ്മ തന്നെ പറ, ഞാനിവിടെ നിന്നും പോയിട്ട് 2 ദിവസം കഴിഞ്ഞില്ലേ, എന്നിട്ട് ഇതുവരെ ഒന്ന് വിളിച്ചന്വേഷിക്കുക പോലും ചെയ്തില്ല. എന്റെ പുന്നാര ചേച്ചി, എന്നിട്ടിപ്പോ എന്റെ മെക്കിട്ട് കയറുക, അമ്മയോട് പരാതി എന്നോണം ലക്ഷ്മി പറഞ്ഞു. ഓ, വലിയൊരു ജേർണലിസ്റ്റാ, എന്നിട്ട് അമ്മയോട് വന്ന് പറയുന്ന പരാതി കേട്ടില്ലേ? ലക്ഷ്മിയുടെ പരാതി കേട്ട് ഗൗരി ഒരു ചിരിയോടെ അമ്മയോട് പറഞ്ഞു. മമ്മിക്ക് ഫോൺ. ഇതും പറഞ്ഞ് ഒരു 7 വയസ്സുകാരി ഫോണുമായി അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ഗൗരി അവൾക്കൊരു ഉമ്മയും കൊടുത്തുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ചു. ആ, ആരിത്? ആന്റിയുടെ അമ്മൂട്ടി വാ, ചോദിക്കട്ടെ. കുഞ്ഞിനെ കണ്ടതും ലക്ഷ്മി അവളെടുത്ത് കയ്യിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് എടുത്ത് അവൾക്ക് കൊടുത്തു. ഹലോ, വാട്ട്, എപ്പോൾ? ഓക്കെ, സ്പോട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, ഞാനിപ്പോൾ തന്നെ എത്താം. മീഡിയാസ് എത്തിയിട്ടുണ്ടോ? ഓക്കെ, ആരെയും അകത്തേക്ക് കടത്തിവിടരുത്. ഇതും പറഞ്ഞ് ഗൗരി ടെൻഷനോടെ ഫോൺ കട്ട് ചെയ്ത് കയ്യിൽ പിടിച്ചു. എന്താ ചേച്ചി, എനിത്തിങ് പ്രോബ്ലം? ഗൗരിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് ലക്ഷ്മി ചോദിച്ചു. യാ, നീ വരുന്നെങ്കി വാ, നിനക്കൊരു എക്സ്ക്ലൂസീവ് വാർത്ത റിപ്പോർട്ട് ചെയ്യാം. ഇതും പറഞ്ഞ് ഗൗരി വേഗം വീടിനുള്ളിലേക്ക് കയറിപ്പോയി. മമ്മി പോയിട്ട് വരാട്ടോ. അമ്മമ്മയുടെ അടുത്ത് കുറുമ്പൊന്നും കാണിക്കില്ലേ. സ്കൂൾ വാൻ വരുമ്പോ അതിൽ സ്കൂളിലേക്ക് പൊക്കോണേ. കുഞ്ഞിനോട് ഇതും പറഞ്ഞ് അവൾ തന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ അടുത്തേക്ക് ചെന്നതും ഡ്രൈവർ സല്യൂട്ട് ചെയ്ത ശേഷം ഗൗരിക്കായി ഡോർ തുറന്നു കൊടുത്തു. അതുകണ്ട് അവൾ കാറിലേക്ക് കയറിയതും ലക്ഷ്മിയും വന്ന് കാറിന്റെ മറുഡോർ തുറന്ന് കാറിനുള്ളിലേക്ക് കയറി. അവരെയും കൊണ്ട് ആ കാർ മുന്നോട്ട് കുതിച്ചു. SI ഐറിക് എബ്രഹാമിന്റെ വീട്ടിലേക്കായിരുന്നു ACP ഗൗരിയുടെ കാർ കുതിച്ചത്. വീടിന് മുന്നിലായി കാർ നിർത്തി ലക്ഷ്മിയെ അവിടെ ഇറക്കി. ചേച്ചി, ഇതാ ഏറ്റുമാനൂർ SIയുടെ വീടല്ലേ? ലക്ഷ്മി ആ വീട് കണ്ടതും സംശയത്തോടെ ഗൗരിയോട് ചോദിച്ചതും ഗൗരി അവിടെ നടന്ന കാര്യങ്ങളിൽ താൻ അറിഞ്ഞത് ലക്ഷ്മിയോട് പറഞ്ഞു. ശേഷം ഗൗരിയുടെ കാർ വീടിനുള്ളിലേക്ക് കടന്നു. കാർ SIയുടെ വീടിന് മുന്നിൽ ചെന്ന് നിന്നതും ഗൗരി വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഗൗരിയെ കണ്ട് പുറത്തേക്ക് വന്ന പോലീസുകാർ സല്യൂട്ട് ചെയ്തു. ഫോറൻസിക്കാരെല്ലാം വന്നു? ഗൗരി ചോദിച്ചതും യെസ് മാഡം, അവർ അകത്തുണ്ട്, കോട്ടയം സ്റ്റേഷനിലെ വനിതാ SI അനിത പറഞ്ഞു. ഓക്കെ, എവിടെയാണ്? മാഡം പ്ലീസ്. ഇതും പറഞ്ഞ് ഗൗരിയെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു മുറിയിലേക്ക് കയറി. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം ഗൗരിയെ കണ്ട് സല്യൂട്ട് ചെയ്തു. മാം, ഇവിടെ. കോൺസ്റ്റബിൾ കാണിച്ച ഭാഗത്തേക്ക് നോക്കിയതും ഗൗരി ഒരു നിമിഷം ആ കാഴ്ച കാണാൻ കഴിയാതെ കണ്ണുകളടച്ച് തിരിഞ്ഞു നിന്നു. ശേഷം മനസാന്നിധ്യം വീണ്ടെടുത്ത് ആ ബാത്റൂമിലേക്ക് ഒന്നുകൂടി നോക്കി. അവിടെ ബാത്റൂമിലെ യൂറോപ്യൻ ക്ലോസറ്റിന് മുകളിലായി അടിവസ്ത്രം മാത്രമിട്ട് കൈയും കാലും സെല്ലോ ടേപ്പ് കൊണ്ട് ചുറ്റി വരിഞ്ഞൊട്ടിച്ചു വെച്ച നിലയിൽ SI ഐറിക് എബ്രഹാമിന്റെ മൃതദേഹം. അയാളുടെ 2 കണ്ണുകളും തുരന്നെടുത്തിരിക്കുന്നു. അതിലൂടെ ചുവന്ന രക്തം മുഖത്തേക്കൊഴുകിയിരിക്കുന്നു. കൂടാതെ അയാളുടെ മുഖം മുഴുവൻ വികൃതമാക്കിയിരിക്കുന്നു. അതോടൊപ്പം അയാളുടെ കയ്യിലും കാലിലും ദേഹത്തും ഒരുപാട് മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചുകൊണ്ടുള്ള മുറിവുകൾ. അതിൽ നിന്നും രക്തമൊഴുകി കട്ട പിടിച്ചിരിക്കുന്നു. ഗൗരി ആ ബാത്റൂമിലേക്ക് തന്റെ തലയിൽ നിന്നും തൊപ്പിയൂരിക്കൊണ്ട് കയറി. ശേഷം ആ ബോഡിയുടെ ചുറ്റുമൊന്ന് നോക്കി. അവിടെ ബാത്റൂമിന്റെ ഭിത്തിയിലായി ക്രൈം S എന്ന് ബ്ലഡ് കൊണ്ട് എഴുതിയിരിക്കുന്നത് കണ്ടു ഗൗരി. അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറോട് ആ ലെറ്ററിന്റെ ഫോട്ടോ കൂടി എടുക്കണമെന്ന് പറഞ്ഞ ശേഷം പുറത്തേക്കിറങ്ങി. ഫിംഗർ പ്രിന്റ്സ് വല്ലതും? ഗൗരി ബാത്റൂമിലും മുറിയിലുമായി പരിശോധന നടത്തുകയായിരുന്ന ഫോറൻസിക്കാരോട് ചോദിച്ചു. നോ മാം, ആകെ കിട്ടിയത് ഈ മെമ്മറി കാർഡ് മാത്രമാണ്. ഫോറൻസിക്കിന്റെ പരിശോധന കഴിഞ്ഞാൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്ക്. ഗൗരി ഇതും പറഞ്ഞാണ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയത്. ഐറിക് എബ്രഹാം മാത്രമേ ഇവിടെ താമസമുള്ളൂ? ഗൗരി വീട് മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു.
അല്ല മാഡം, സാറിന്റെ വൈഫും പിള്ളേരുമുണ്ട്. ഓക്കെ, അവരൊക്കെ? മാഡം, അവർ 3 പേരും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഞങ്ങൾ എത്തിയപ്പോൾ 3 പേരും അബോധാവസ്ഥയിലായിരുന്നു. അതാ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്, SI പറഞ്ഞു. എനിത്തിങ് സീരിയസ്? ഗൗരി സംശയത്തോടെ ചോദിച്ചു. നോ മാഡം, ക്ലോറോഫോം ഉപയോഗിച്ച് 3 പേരെയും ബോധം കെടുത്തിയിട്ടേ ഉള്ളൂ. അല്ലാതെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറ്റവാളിയുടെ ലക്ഷ്യം ഐറിക് എബ്രഹാം മാത്രമായിരിക്കണം, SI അനിത വീണ്ടും പറഞ്ഞു. ഓക്കെ, അവർ 3 പേരും ഡിസ്ചാർജ് ആകുന്നതുവരെ ഹോസ്പിറ്റലിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. യെസ് മാഡം. കൊലപാതകി എങ്ങനെയായിരിക്കും ഉള്ളിലേക്ക് കയറിയത്? അതിനെക്കുറിച്ചെന്തെങ്കിലും? ഗൗരി അവരോട് ചോദിച്ചു. അതിനെക്കുറിച്ച് വ്യക്തമായൊരു ഉത്തരം കിട്ടിയില്ല മാഡം. ഞങ്ങളെത്തിയപ്പോൾ പുറകുവശത്തെ ഡോർ മാത്രമായിരുന്നു ഓപ്പൺ ആയിരുന്നത്. അത് പക്ഷേ ഇവിടുത്തെ വേലക്കാരിയാണ് രാവിലെ തുറന്നത്, SI വീണ്ടും പറഞ്ഞു. ബോഡി ആരാ ആദ്യം കണ്ടത്? അത് ഇവിടെ ജോലിക്ക് വരുന്ന സ്ത്രീ തന്നെയാണ് മാഡം, അനിൽ. SI ഇത് പറഞ്ഞ് ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചതും അയാൾ ഒരു സ്ത്രീയുമായി അകത്തേക്ക് വന്നു. അവർ ഗൗരിയെ കണ്ടതും കൂപ്പ് കൈയോടെ ഗൗരിയെ നോക്കി. നിങ്ങളാണോ ബോഡി ആദ്യം കണ്ടത്? ഗൗരി ആ സ്ത്രീയോട് ചോദിച്ചു. ചോദിച്ചത് കേട്ടില്ലേ, മാഡത്തോട് പറ. ഏയ് അനിൽ, അവർ പറഞ്ഞോളും. ചേച്ചി പറ, രാവിലെ എന്താ കണ്ടത്? ഗൗരി കുറച്ചുകൂടി അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. മാഡം, അത്... പേടിക്കണ്ട, ധൈര്യമായി പറഞ്ഞു. അത് രാവിലെ ഞാൻ വന്നപ്പോൾ... നിങ്ങൾ ഇവിടെയല്ലേ താമസം? അല്ല, കുറച്ചപ്പുറം മാറിയാണ്. രാവിലെ വന്ന പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു പോകും. എത്ര നാളായി ഇവിടെ ജോലിക്ക് കയറിയിട്ട്? 3 വർഷമായി മാഡം. ഓക്കെ, ചേച്ചി ഇന്ന് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ മുതൽ നടന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തു പറയാമോ? ഞാൻ പറയാം മാഡം. ഞാനൊരു 6 മണിക്കാണ് ഇന്നിവിടേക്ക് വന്നത്. അടുക്കള വശത്തെ വാതിലിന്റെ ഒരു താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. അതുവഴിയാണ് ഞാൻ എന്നും വീട്ടിലേക്ക് കയറുന്നത്. അതുപോലെയാണ് ഇന്നും കയറിയത്. പിന്നെ ഞാൻ കൊണ്ടുവന്ന പാല് തിളപ്പിച്ച് ചായ ഇട്ടു. അപ്പോഴേക്കും സാധാരണ ലില്ലിക്കുഞ്ഞ് എണീറ്റ് വരുന്നതാ. ഇന്ന് കാണാത്തതുകൊണ്ട് ഞാൻ ലില്ലിക്കുഞ്ഞിനെ വിളിക്കാൻ ചായയുമായി മുറിയിലേക്ക് ചെന്നു. ഡോറിൽ തട്ടി വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഡോർ തുറന്നു വന്നു. അത് കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. എന്ത് സംശയം? വേലക്കാരി പറഞ്ഞത് കേട്ട് SI ചോദിച്ചു. അത് അവർ ഡോർ അകത്തു നിന്നും അടച്ചേ കിടക്കാറുള്ളൂ. ലില്ലിക്കുഞ്ഞ് അടുക്കളയിലേക്ക് വരാത്ത ദിവസങ്ങളിൽ ഞാൻ വാതിൽ കൊട്ടി വിളിക്കാറാ പതിവ്, അവർ SIയെ നോക്കി പറഞ്ഞു. എന്നിട്ട് ഞാൻ സംശയത്തോടെയാണ് അകത്തേക്ക് കയറിയത്. അപ്പോൾ അവിടെ കട്ടിലിൽ ലില്ലിക്കുഞ്ഞും അഭിമോനും ഉറങ്ങുന്നത് കണ്ടു. ഞാൻ ചായ കൊണ്ടുവച്ച് ലില്ലിക്കുഞ്ഞിനെ ചെന്ന് വിളിച്ചു. പക്ഷേ എത്ര വിളിച്ചിട്ടും ലില്ലിക്കുഞ്ഞ് ഉണർന്നില്ല. അപ്പോഴാ ബാത്റൂമിലെ ഡോർ അനങ്ങുന്നത് കണ്ടത്. അവിടേക്ക് നോക്കിയപ്പോഴേക്കും ഞാൻ എബ്രഹാം സാറിനെ അങ്ങനെ കണ്ട് ശരിക്കും പേടിച്ചു. ഞാൻ പുറത്തേക്ക് ഓടി. അപ്പോഴേക്കും പത്രമിടാറുള്ള മനു വന്നു. ഞാൻ അകത്ത് കണ്ട കാര്യം അവനോട് പറഞ്ഞു. അത് കേട്ട് അവൻ പെട്ടെന്ന് തന്നെ മെമ്പറെ വിളിച്ചു പറഞ്ഞു. വേലക്കാരി പറഞ്ഞു നിർത്തി. ഇവർ പറഞ്ഞതെല്ലാം ശരിയാണോ? SIയുടെ മുന്നിലായി നിന്ന പത്രക്കാരനോട് SI ചോദിച്ചു. അതെ സാർ. നീയെന്നും ഈ സമയത്താണോ പത്രമിടുന്നത്? അതെ സാർ. ഇവർ പറഞ്ഞത് കേട്ട് നീ അകത്ത് കയറി നോക്കിയില്ലേ? ഇല്ല സാർ. ജാനകിയമ്മ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചുപോയി. പിന്നെ അകത്ത് പോയി നോക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ മെമ്പറെ വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് അയാളെന്ത് പറഞ്ഞു? എന്നോട് പറഞ്ഞത് ഈ കാര്യം ഇപ്പോൾ ആരോടും പറയണ്ട എന്നും പിന്നെ എന്നോട് അവിടെ നിന്നും എങ്ങോട്ടും പോകണ്ട എന്നും പറഞ്ഞു. അതെന്താ അയാൾ അങ്ങനെ പറഞ്ഞത്? അതറിയില്ല സാർ. ഈ മെമ്പറിനെ അല്ലാതെ വേറെ ആരെങ്കിലും നീ വിളിക്കുവോ, ഈ കാര്യം പറയുകയോ ചെയ്തോ? ഈ കാര്യം പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിരുന്നു. എന്തിന്? അത് പത്രം എല്ലാ വീട്ടിലും എത്തിക്കാനായി വിളിച്ചതാ. പത്രക്കാരൻ പറഞ്ഞതും അതെല്ലാം അവിടെയുണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ എഴുതിയെടുത്തുകൊണ്ടിരുന്നു. ആ മെമ്പറെ ഇങ്ങ് വിളിക്ക്. ഗൗരി പറഞ്ഞതും കോൺസ്റ്റബിൾ ചെന്ന് വാർഡ് മെമ്പറെ വിളിച്ചുകൊണ്ടുവന്നു. താൻ എങ്ങനെയാ ഈ വിവരം അറിഞ്ഞത്? ഗൗരി ചോദിച്ചു. അത് രാവിലെ പത്രമിടാറുള്ള മനു വിളിച്ചു പറയുകയായിരുന്നു. എന്നിട്ട് താനെന്തു പറഞ്ഞു? ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ ജാനകിയമ്മ കൂടെ പറഞ്ഞപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത്. പിന്നെ ഒരു SIയുടെ വീടായതുകൊണ്ട് ഞാൻ മനുവിനോട് മറ്റാരോടും ഈ കാര്യം പറയണ്ട,
ഞാൻ പോലീസിന് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കോട്ടയം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരികയും ചെയ്തു. മെമ്പർ പറഞ്ഞു നിർത്തി. താനെന്തിനാ ഈ കാര്യം മറ്റാരോടും പറയണ്ടെന്ന് പറഞ്ഞത്? SI അല്പം ഗൗരവത്തിൽ തന്നെ മെമ്പറോട് ചോദിച്ചു. അത് സാർ, ഒരു SI അല്ലേ മരിച്ചു കിടക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നാട്ടുകാരറിഞ്ഞാൽ എല്ലാവരും ഇങ്ങ് വരും. അത് ചിലപ്പോൾ പോലീസിന് എവിഡൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതിയാണ് സാർ. മെമ്പർ പറഞ്ഞതും SI അയാളെ സൂക്ഷിച്ചു നോക്കി. അതുകണ്ട് അയാൾ മുഖം താഴ്ത്തി. താനാള് കൊള്ളാലോ. പൊക്കോ. എപ്പോ വിളിച്ചാലും സ്റ്റേഷനിൽ ഹാജരാകണം. SI പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീടിന് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോലീസും ഫോറൻസിക് ഓഫീസേഴ്സും മുറിക്ക് പുറത്തേക്ക് വന്നിരുന്നു. എല്ലാം അടുത്തില്ലേ? യെസ് മാഡം, അവർ പറഞ്ഞു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കൂ. ഗൗരി ഇതും പറഞ്ഞ് വീടിന് പുറത്തേക്കിറങ്ങിയ ശേഷം ആ വീടിന്റെ പുറകുവശത്തേക്ക് നടന്നു. ഗൗരിയോടൊപ്പം 1-2 പോലീസുകാരും ഉണ്ടായിരുന്നു. വീടിന്റെ പുറകുവശത്ത് ചെന്നതും മണ്ണിലായി 2 ചെറിയ കുഴികൾ അവർ ശ്രദ്ധിച്ചു. അതുകണ്ട് അവൾ ആ കുഴിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ശേഷം ആ കുഴിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. പിന്നെ എന്തോ ഒന്നാലോചിച്ച ശേഷം അവൾ ചുറ്റും നോക്കി. വീടിനോട് ചേർന്നിരിക്കുന്ന ഏണിയും അതിന്റെ ചുവട്ടിലെ മണ്ണും കണ്ട് ആ ഏണി എടുത്തുകൊണ്ട് വരാൻ ഗൗരി ആവശ്യപ്പെട്ടു. അത് കേട്ട് ഒരു പോലീസുകാരൻ ചെന്ന് ഏണി എടുത്തുകൊണ്ടുവന്നു. ഈ 2 കുഴിയിലായി ആ ഏണി ഇറക്കി വെച്ചേ. ഗൗരി പറഞ്ഞതും ആ പോലീസുകാരൻ ഏണി കൃത്യമായി ആ കുഴിയിലേക്ക് ഇറക്കി വെച്ച് വീടിനോട് ചാരി വെച്ചു. ഏണി വെച്ചേക്കുന്നത് ശരിയാണെന്ന് നോക്കിയ ശേഷം ഗൗരി ആ ഏണി വഴി മുകളിലേക്ക് കയറി. ഗൗരി ബാൽക്കണിയിലെത്തിയതും ഗൗരിയുടെ പുറകെ 2 പോലീസുകാർ കൂടി ആ ഏണി വഴി മുകളിലേക്ക് കയറി. ഗൗരി ബാൽക്കണിയിൽ കയറി ഒരു മുറിയുടെ വാതിലിന്റെ അടുത്തായി വന്നു നിന്നു. ഈ ഡോർ? ഗൗരി ചോദിച്ചതും. അകത്തുനിന്ന് ലോക്കായിരുന്നു മാഡം, ഒരു കോൺസ്റ്റബിൾ പറഞ്ഞത് കേട്ട് അവർ ചുറ്റുമൊന്ന് നോക്കി. അപ്പോഴാണ് ജനലിലെ ആ ഗ്ലാസ് ദ്വാരം ഗൗരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അകത്ത് കർട്ടനുള്ളതുകൊണ്ട് മുറിക്കകത്ത് നോക്കിയാൽ ജനലിലെ ആ ദ്വാരം കാണില്ല. ഗൗരി ആ ദ്വാരം വഴി കൈയിട്ട് വാതിലിന്റെ ഡോർ പുറത്തുനിന്നും തുറന്നു. അപ്പോൾ കൊലയാളി ഈ വഴിയാണ് വീടിനുള്ളിലേക്ക് കയറിയത്. ഗൗരി പറഞ്ഞതും മറ്റുള്ളവർക്കും അത് ശരിയാണെന്ന് തോന്നി. ശേഷം ആ വാതിൽ വഴി ഗൗരിയും അകത്തേക്ക് കയറി. മാഡം, ഇത് ഐറിക് സാറിന്റെ മൂത്തക്കുട്ടിയുടെ മുറിയാണ്, കോൺസ്റ്റബിൾ പറഞ്ഞു. ഗൗരി എല്ലായിടം ഒന്ന് നോക്കി താഴേക്ക് പോയി. വീടിന് മുന്നിലേക്ക് എത്തിയതും വീടിന് പുറത്ത് കാത്തു നിന്നിരുന്ന മാധ്യമപ്രവർത്തകർ ഗൗരിയെ വളഞ്ഞു. മാഡം, ഈ കൊലപാതകവും കഴിഞ്ഞ 2 കൊലപാതകങ്ങളും തമ്മിലെന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് കൊലയാളിയുടെ മോട്ടീവ്? ഇനിയും ഇതുപോലെ എത്ര പോലീസുകാർ കൊല്ലപ്പെടും മാഡം? എല്ലാവരും പല ചോദ്യങ്ങൾ ചോദിച്ചു. അന്വേഷിക്കുന്നുണ്ട്, എല്ലാം വഴിയെ അറിയിക്കാം. ഇത്രയും പറഞ്ഞ് ഗൗരി തന്നെ കാറിലേക്ക് കയറി. കഴിഞ്ഞ 2 കൊലപാതകത്തിന്റെ ബാക്കി തന്നെയാണ് ഈ കൊലപാതകവും. ഇനി 3 പേർ കൂടി ഇതേപോലെ മരിക്കും. അല്ല, ഞാൻ കൊല്ലും, അതിക്രൂരമായി. TV-യിലെ ന്യൂസ് കണ്ട് കൊലയാളി സ്വയം പറഞ്ഞ് ചിരിച്ചുകൊണ്ടേയിരുന്നു. ഗൗരി, വാട്ട് ഹാപ്പനിങ് ഹിയർ? എന്താ ഇവിടെ നടക്കുന്നത്? കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 2 വനിതാ പോലീസുകാർ, ഇപ്പോൾ ദേ ഒരു SI. ഇനി ആര്? അതാണ് എല്ലാവരും ചോദിക്കുന്നത്. മുകളിൽ നിന്നാണെങ്കിൽ നല്ല പ്രഷറുണ്ട്. കമ്മീഷണർ ഓഫീസിൽ കമ്മീഷണർക്ക് മുന്നിലിരിക്കുന്ന ഗൗരിയോടായി കമ്മീഷണർ ചോദിച്ചു. സാറി പറഞ്ഞ കേസ് അന്വേഷിക്കുന്നത് ഞാനല്ല. അതുകൊണ്ട് ഈ കേസിനെ പറ്റി ഒരു വിവരവും എനിക്കറിയില്ല. ആകെ എനിക്കറിയാവുന്നത് ഇന്ന് നടന്ന ഏറ്റുമാനൂർ SI ഐറിക് എബ്രാഹിമിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. അതും അല്പം മുൻപ് മാത്രം എനിക്ക് മനസ്സിലായവ, ഗൗരി പറഞ്ഞു. ഗൗരി, ഈ കേസ് അല്പം ഗൗരവമുള്ളതായതുകൊണ്ട് തന്നെ ഇത്രയും നാളും അന്വേഷിച്ചവരിൽ നിന്നും മറ്റൊരു ടീമിനെ ഈ കേസ് ഏൽപ്പിക്കുവാണ്. സർ, ആ ടീമിൽ ഗൗരിയുമുണ്ട്. പക്ഷേ സർ, കമ്മീഷണർ പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. ടീമിന്റെ ഹെഡ് നന്ദനാണ്, നന്ദകിഷോർ IPS. കമ്മീഷണർ പറഞ്ഞതും ഗൗരിയുടെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി. അവളുടെ ഉള്ളിലൂടെ ഒരു മുഖം മിന്നിമറഞ്ഞു. ഒപ്പം ആരുടെയൊക്കെയോ നിലവിളികളും. സാർ, എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കാമോ? ഗൗരി അപേക്ഷയോടെ ചോദിച്ചു. ഐ ആം സോറി ഗൗരി, ഈ ടീമിട്ടത് തന്നെ ഹോം മിനിസ്റ്ററുടെ ഓർഡർ പ്രകാരമാണ്. ഗൗരി, നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ അറിയാഞ്ഞിട്ടല്ല, ബട്ട് ഐ ആം ഹെൽപ്ലെസ്.
നമുക്ക് നമ്മുടെ ഫോഴ്സാണ് മുഖ്യം. ഇനിയൊരു പോലീസുകാരൻ കൂടി കൊല്ലപ്പെട്ടുകൂടാ. ഞാൻ നന്ദനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അയാൾ തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ടു. ഇന്ന് നൈറ്റ് ആളിവിടെ എത്തും. അതേപോലെ മറ്റു 2 കൊലപാതകങ്ങളുടെ ഡീറ്റെയിൽസും നാളെ തന്നെ ഇവിടെ എത്തും. നന്ദനോടൊപ്പം ഗൗരിയും 2 SI-മാരും 4 കോൺസ്റ്റബിൾസിനെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരും നാളെ എത്തും. കമ്മീഷണർ പറഞ്ഞതും കേസ് ഏറ്റെടുക്കുകയല്ലാതെ ഗൗരിക്ക് വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ സർ, ഷാലൈ? ഗൗരി ഇരുന്നിടത്തു നിന്നും എണീറ്റ് കമ്മീഷണർക്ക് സല്യൂട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് നടക്കുമ്പോഴും ഗൗരിയുടെ മനസ്സിൽ നന്ദനായിരുന്നു. ഒരു കാലത്ത് തന്റെ പ്രാണനായിരുന്നവൻ, തന്റെ മകളുടെ അച്ഛൻ. അടുത്ത ദിവസം രാവിലെ തന്നെ നന്ദകിഷോർ കമ്മീഷണറുടെ മുന്നിലെത്തി. സർ, മേ ഐ? കമ്മീഷണറുടെ ക്യാബിൽ വാതിൽ തുറന്നുകൊണ്ട് നന്ദകിഷോർ ചോദിച്ചു. ആ, നന്ദൻ കമ്മിങ്. കമ്മീഷണർ പറഞ്ഞതും നന്ദൻ അകത്തേക്ക് കയറി കമ്മീഷണറെ സല്യൂട്ട് ചെയ്തു. ഇരിക്കെ. സർ. ആ നന്ദൻ, കേസിനെക്കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ. യെസ് സർ. പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു കൊലപാതകി. ഒരേ രീതിയിൽ 3 കൊലപാതകങ്ങൾ. അതിൽ 2 പേരുടെയും ഹൃദയം തുരന്നെടുത്തിരിക്കുന്നു. 3-മത്തെ ആളുടെ വിവരം നാളെ അറിയാം. കഴിഞ്ഞ 2 കൊലപാതകങ്ങളുടെ ബാക്കിയാണെങ്കിൽ ഐറിക്കിന്റെ ഹൃദയവും കൊലപാതകി കൊണ്ടുപോയി കാണും. കമ്മീഷണർ പറഞ്ഞതും നന്ദൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. മരിച്ച 3 പേരും ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും? ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്തതോ? ഏതെങ്കിലും കേസിൽ ഇവർ 3 പേരും ഇൻവെസ്റ്റിഗേഷൻ ടീമിലോ മറ്റോ? നന്ദൻ സംശയത്തോടെ ചോദിച്ചു. യെസ്. ആദ്യം കൊല്ലപ്പെട്ട 2 കോൺസ്റ്റബിൾസും കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 4 സ്റ്റേഷനിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐറിക്കും ആ 2 പേരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ബാക്കി കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഫയലിലുണ്ട്. ഇതും പറഞ്ഞ് ഒരു ഫയലെടുത്ത് നന്ദകിഷോറിന് നേരെ നീട്ടിയതും അവനത് വാങ്ങി. ഓൾ ദി ബെസ്റ്റ്, കമ്മീഷണർ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. താങ്ക് യു സർ. നന്ദന്റെ അക്കോമഡേഷനൊക്കെ റെഡിയായോ? കമ്മീഷണർ ചോദിച്ചു. യാ, ഇവിടെ വകത്താനത്തിനടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വില്ലയുണ്ട്. അവൻ ഫാമിലിയായിട്ട് ഡൽഹിയിലായതുകൊണ്ട് എനിക്ക് സൗകര്യമായി. നന്ദൻ ഒരു ചിരിയോടെ പറഞ്ഞു. അത് ഗൗരിയുടെ വില്ലയുടെ അടുത്തല്ലേ? കമ്മീഷണർ ചോദിച്ചതും നന്ദൻ അതേന്ന് തലയാട്ടി. ഗൗരിയെയും ഞാൻ തന്നെ ടീമിലിട്ടിട്ടുണ്ട്. കേസ് നോക്കുന്നതിനിടയിൽ ആ പ്രശ്നം കൂടി ഒന്ന് പരിഹരിക്കാൻ ശ്രമിക്കേ. കമ്മീഷണർ പറഞ്ഞതും നന്ദനൊന്ന് ചിരിച്ചു. അതിന് കാരണം പറഞ്ഞാലല്ലേ സാർ പരിഹരിക്കാൻ പറ്റൂ. ഈ കേസ് ഏറ്റെടുക്കാൻ തന്നെ കാരണം ഗൗരിയെയും മോളെയും ദൂരെ നിന്നെങ്കിലും കാണാമല്ലോ എന്ന് കരുതിയാണ്. അല്ലാതെ അവളൊന്നിനും സമ്മതിക്കില്ല. എങ്കിൽ ശരി സാർ. അധികം താമസിക്കാതെ തന്നെ ഈ കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുന്നിൽ ഞാൻ എത്തിച്ചിരിക്കും. ഇതും പറഞ്ഞ് കമ്മീഷണറെ സല്യൂട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അടുത്ത ദിവസം തന്നെ ഐറിക് എബ്രഹാമിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അന്ന് വൈകിട്ട് തന്നെ ചുങ്കംപള്ളിയിൽ ഐറിക് എബ്രഹാമിന്റെ സംസ്കാരവും നടന്നു. മീഡിയകൾ ഐറിക് എബ്രഹാമിന്റെ ഫ്യൂണറൽ വീഡിയോ ഷൂട്ട് ചെയ്ത് ജനങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഐറിക്കിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കരച്ചിലുകൾ. ആ സമയം കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ തന്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് കൊലയാളിയും ഐറിക്കിന്റെ മരണവാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഐറിക്കിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കരച്ചിൽ കണ്ട് ഒരു ചിരിയോടെ തന്റെ കയ്യിലിരുന്ന മദ്യം അതേപോലെ തന്നെ എടുത്തു വായിലേക്ക് കമിഴ്ത്തി. ശേഷം ടിവിയുടെ മുന്നിൽ നിന്നും എണീറ്റ് അല്പം പുറകിലേക്ക് നടന്നു. അവിടെ ഒരു ബോർഡിൽ കുത്തിവെച്ചിരിക്കുന്ന ഐറിക്കിന്റെ ഫോട്ടോയിൽ റെഡ് മാർക്ക് കൊണ്ട് വെട്ടിക്കളഞ്ഞു. ഐറിക്കിന്റെ ഫോട്ടോയുടെ ഇടതുവശത്തായി റെഡ് മാർക്ക് ചെയ്ത 2 ഫോട്ടോകൾ കൂടെയുണ്ടായിരുന്നു. ഐറിക് എബ്രഹാമിന് മുമ്പ് കൊലയാളി അതിക്രൂരമായി കൊന്നുകളഞ്ഞ 2 ലേഡി പോലീസ് കോൺസ്റ്റബിൾമാരുടെ ഫോട്ടോ. അയാൾ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയ ശേഷം അടുത്ത ഒരു ഫോട്ടോ എടുത്ത് ഐറിക്കിന്റെ ഫോട്ടോയുടെ അടുത്തായി പിൻ ചെയ്തു വെച്ചു. ആ ഫോട്ടോയിലെ ആളെ കാണും തോറും കൊലയാളിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുമന്നു വന്നു. അയാൾ തന്റെ കണ്ണുകൾ ഒന്നടച്ചു തുറന്നു. ശേഷം ഫോട്ടോയിലെ ആളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതി വച്ചിരിക്കുന്ന ഒരു ഫയൽ എടുത്തു. അതൊന്ന് വിശദമായി നോക്കിയ ശേഷം ആ ഫയൽ അവിടെയുണ്ടായിരുന്ന മേശയിലേക്കിട്ടു. പിന്നെ തിരിഞ്ഞ് മേശയുടെ അടുത്തുണ്ടായിരുന്ന അലമാരയിൽ നിന്നും ഒരു ബാഗ് എടുത്ത് മുറിക്ക് പുറത്തേക്കിറങ്ങി. ചുറ്റുമൊന്ന് നോക്കിയ ശേഷം വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന തന്റെ ബ്ലാക്ക് ജീപ്പിന്റെ അടുത്തേക്ക് അയാൾ നടന്നു ചെന്നു. ശേഷം കയ്യിലിരുന്ന ബാഗ് എടുത്ത് ബോണറ്റിന്റെ മുകളിൽ വെച്ച് അതിൽ നിന്നും സ്ക്രൂ ഡ്രൈവർ എടുത്ത്
ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അഴിച്ചു മാറ്റി. പകരം പുതിയ നമ്പർ പ്ലേറ്റ് വെച്ചു. ശേഷം പഴയ നമ്പർ പ്ലേറ്റ് രണ്ടും അവിടെയുണ്ടായിരുന്ന ഒരു കൊട്ടയിലേക്ക് എടുത്തിട്ട് അയാൾ വീടിനുള്ളിലേക്ക് തിരിച്ചു കയറിപ്പോയി. അതേസമയം കോട്ടയത്ത് ഐറിക് എബ്രഹാമിന്റെ ഫ്യൂണറൽ കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ഇറങ്ങി വന്ന ഗൗരിയുടെയും മറ്റ് ഓഫീസേഴ്സിന്റെയും മുന്നിലേക്ക് നന്ദകിഷോർ വന്നു നിന്നു. നന്ദനെ കണ്ടതും ഗൗരിയുടെ കൂടെയുണ്ടായിരുന്ന പോലീസുകാരെല്ലാം നന്ദനെ സല്യൂട്ട് ചെയ്തു. എല്ലാം കഴിഞ്ഞല്ലേ? നന്ദൻ ചോദിച്ചു. യെസ് സർ, ഗൗരിയുടെ കൂടെയുണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. നന്ദൻ അവരെ ഒന്ന് നോക്കി. അപ്പോഴും ഗൗരി നന്ദനെ നോക്കാതെ മറ്റെവിടെയോ നോക്കി നിൽക്കുകയായിരുന്നു. ഓക്കെ, നാളെ 10 മണിക്ക് എല്ലാവരും എൻ്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. ഇനിയും ഈ കൊലപാതക പരമ്പര നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. യെസ് സർ, നന്ദൻ പറഞ്ഞതും എല്ലാവരും ഒരേ സ്വരത്തോടെ പറഞ്ഞു. അതുകേട്ട് നന്ദൻ തിരിച്ചുപോയി. മാഡം. നന്ദൻ പോയ ശേഷവും അതേ നിൽപ്പിൽ നിന്ന ഗൗരിയെ ഒരു കോൺസ്റ്റബിൾ വിളിച്ചതും അവൾ പെട്ടെന്ന് ഓർമ്മയിൽ നിന്നും ഞെട്ടിയുണർന്നു. ശേഷം മുന്നോട്ട് നോക്കിയതും നന്ദൻ നിന്നയിടം ശൂന്യമായിരുന്നു. അതുകണ്ട് അവൾ അവളുടെ കാറിന്റെ അടുത്തേക്ക് നടന്നു. രാത്രിയിൽ തന്റെ വീടിനുള്ളിൽ കേസ് ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നന്ദൻ. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടതും നന്ദൻ കേസ് ഫയൽ മാറ്റിവെച്ച് വീടിന് പുറത്തേക്കിറങ്ങി. അവിടെ തന്റെ വീടിന് മുന്നിലുള്ള ഗൗരിയുടെ വീടിന് മുന്നിലൂടെ ചിരിയോടെ ലക്ഷ്മിയോടൊപ്പം ഓടിക്കളിക്കുന്ന തന്റെ മകളെ കണ്ടതും ഒരു നിമിഷം അവൻ എല്ലാം മറന്ന് ആ കുഞ്ഞിനെ തന്നെ നോക്കി നിന്നു. കുഞ്ഞിന്റെ ചിരിയും കളിയും ലക്ഷ്മിയുടെ കളിയാക്കലും ഒപ്പം ഗൗരിയുടെ അമ്മയുടെ സ്നേഹത്തോടെയുള്ള ശാസനയും എല്ലാം കൂടി കണ്ടതും അവന്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി വിടർന്നു. അമ്മു, മതി കളിച്ചത്, പോയിരുന്നു പഠിക്കാൻ നോക്ക്. പെട്ടെന്ന് ഗൗരവത്തോടെയുള്ള ഗൗരിയുടെ ശബ്ദം കേട്ടതും നന്ദൻ കുഞ്ഞിൽ നിന്നും നോട്ടം മാറ്റി ഗൗരിയെ ഒന്ന് നോക്കി. താൻ കുഞ്ഞിനെ നോക്കി നിൽക്കുന്നത് കണ്ടാണ് അവൾ കുഞ്ഞിനോട് അങ്ങനെ പെരുമാറിയതെന്ന് അവന് മനസ്സിലായി. നന്ദൻ ഗൗരിയെ നോക്കി ഒരു മങ്ങിയ ചിരിയോടെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും അമ്മുമോളും ഗൗരിയുടെ അമ്മയും വീടിനുള്ളിലേക്ക് കയറി. ഗൗരിയും ലക്ഷ്മിയും വീടിന് പുറത്ത് ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന 2 ചെയറിലായിരുന്നു. ACP നന്ദൻ കിഷോറിന്റെ കൂടെയാണല്ലേ നാളെ മുതൽ ചേച്ചി ജോലി ചെയ്യേണ്ടത്? ഗൗരിയുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് ലക്ഷ്മി ചോദിച്ചു. ഞാനൊന്ന് ഒഴിയാൻ നോക്കിയതാ, പക്ഷേ കമ്മീഷണർ സമ്മതിച്ചില്ല. ഗൗരി വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. പല പ്രമാദമായ കേസുകളും നന്ദകിഷോർ IPSഉം ഗൗരി നന്ദ IPSഉം കൂടെയല്ലേ തെളിയിച്ചേക്കുന്നേ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ലക്ഷ്മി പറഞ്ഞു നിർത്തിയതും ഗൗരി ഒന്ന് മൂളി. അല്ല ചേച്ചി, നിങ്ങൾ തമ്മിലെന്താ ശരിക്കും പ്രശ്നം? ലക്ഷ്മി ഗൗരിയെ നോക്കി സംശയത്തോടെ ചോദിച്ചു. അതിപ്പോ നിന്നോട് പറഞ്ഞാ നിനക്ക് മനസ്സിലായില്ല. അതെന്താ ചേച്ചി, മലയാളത്തിലല്ലേ പറയാൻ പോകുന്നേ? ഗൗരി പറഞ്ഞത് കേട്ട് ലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു. നിന്റെ ഈ വളിച്ച കോമഡി കേൾക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഞാൻ. ചേച്ചി, ഐ ആം സീരിയസ്. അമ്മ മോള് വളർന്നു വരുവാണ്. അവൾക്ക് ഒരേ സമയം അച്ഛൻ്റെയും അമ്മയുടെയും കെയർ ആവശ്യമാണ്. ഇതിപ്പോൾ ചേച്ചി, അവൾക്കിപ്പോൾ അമ്മയായും അച്ഛനായും ഞാനുണ്ട്. ഞാൻ മാത്രം മതി. പിന്നെ നിന്നോട് ഒന്നു മാത്രം പറയാം, അയാളോട് അധികം അടുപ്പം കാണിക്കുന്നത് അത്ര നല്ലതല്ല. ഇത്രയും പറഞ്ഞ് ഗൗരി ദേഷ്യത്തോടെ ലക്ഷ്മിയുടെ അടുത്ത് നിന്നും പോയി. അതുകണ്ട് ലക്ഷ്മി തന്റെ ഫോൺ എടുത്തു. നോ രക്ഷ, IPS പിടിതരുന്നില്ല. ഇത്രയും ടൈപ്പ് ചെയ്ത് ബ്രദർ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ടെക്സ്റ്റ് അയച്ചു. ആ മെസ്സേജ് കണ്ടതും നന്ദൻ വിഷമത്തോടെ ഫോൺ ലോക്ക് ചെയ്തു. പിന്നെ ഓൺ ചെയ്ത് ഫോണിലെ വാൾപേപ്പർ എടുത്തു നോക്കി. അതിൽ പുഞ്ചിരിയോടെ അമ്മുമോളെയും എടുത്തു നിൽക്കുന്ന ഗൗരിയുടെ ഫോട്ടോയിലേക്ക് നോക്കി അല്പനേരം നിന്ന ശേഷം ഫോണിലെ ഗൗരിയുടെ ഫോട്ടോയിലേക്ക് അവന്റെ ചുണ്ടു ചേർത്തു. പിന്നെ ഫോൺ മാറ്റിവെച്ച് ഇരുന്നിടത്ത് നിന്നും എണീറ്റ് ഫ്രിഡ്ജിലിരുന്ന ഒരു ബിയർ ബോട്ടിലെടുത്ത് പൊട്ടിച്ച് വായിലേക്ക് കമഴ്ത്തി. അതേസമയം ഒരു മതിലിനപ്പുറം തന്റെ മകളെയും ചേർത്ത് പിടിച്ച് പഴയ കാര്യങ്ങൾ ഓർത്തു വിഷമിക്കുന്ന ഒരു മനസ്സുമായി ഗൗരിയും ഇരുന്നു. അടുത്ത ദിവസം രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ ഗൗരിയും 2 SIമാരും 4 കോൺസ്റ്റബിൾസും നന്ദന്റെ മുൻപിൽ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 3 കൊലപാതകങ്ങളാണ് ഒരേ പാറ്റേണിൽ കേരളത്തിൽ നടന്നിരിക്കുന്നത്. അതും കൊല്ലപ്പെട്ട 3 പേരും പോലീസ് ഓഫീസേഴ്സ്. 1 തീയതി ജനുവരി 2021 ന്യൂ ഇയറിന്റെ അന്ന് ആദ്യ കൊലപാതകം. മിസ്സസ് ചാരുലത മുരളീധരൻ, കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിൾ. ഡിസംബർ 31
ഡ്യൂട്ടി കഴിഞ്ഞു പോയ വിക്ടിം 1/1/2021 പുലർച്ചെ ഏകദേശം 2 മണിയോടെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതും അതിക്രൂരമായി സ്വന്തം വീട്ടിലെ ബാത്റൂമിൽ വെച്ച്. അതിനുശേഷം ജനുവരി 2, 2021 രണ്ടാമത്തെ കൊലപാതകം മിസ്സിസ് രമ്യ സന്തോഷ്, എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിൾ. ആ കൊലപാതകവും വെളുപ്പിന് 2 മണിയോടെ നടന്നിരിക്കാമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആദ്യ കൊലപാതകം നടന്ന പോലെ തന്നെ അതിക്രൂരമായി സ്വന്തം വീട്ടിലെ ബാത്റൂമിൽ വെച്ചാണ് രമ്യയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. 3 തീയതി മാർച്ച് 2021 നടന്ന ഏറ്റുമാനൂർ ഐറിക് എബ്രാഹിമിന്റെ കൊലപാതകവും ആ കൊലപാതകവും ഏകദേശം സെയിം തന്നെയാണെന്നാണ് പ്രാഥമിക നിഗമനം. സർ, ഈ കൊലപാതകത്തിന്റെ ഡേറ്റ് എല്ലാം ഒരു പാറ്റേൺ പോലെയാണല്ലോ. ആദ്യം 1/1, പിന്നെ 2/2, അത് കഴിഞ്ഞപ്പോൾ 3/3. ഈ കണക്ക് വെച്ച് നോക്കിയാൽ അടുത്ത കൊലപാതകം 4/4. നന്ദൻ പറഞ്ഞത് കേട്ട് SI രാജീവ് പറഞ്ഞു. യെസ്, പക്ഷേ അതിനു മുമ്പ് ആ കൊലയാളിയെ നമ്മൾ അറസ്റ്റ് ചെയ്തേ പറ്റൂ. നന്ദൻ പറഞ്ഞതും എല്ലാവരും സംശയത്തോടെ നോക്കി. ബട്ട് സാർ, എങ്ങനെ? ഇതുവരെ കൊലയാളിയെക്കുറിച്ച് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. യെസ് സാർ, ഈ കൊലപാതകങ്ങൾ നടന്നിടത്തെല്ലാം ഞങ്ങൾ ആവുന്നത് ശ്രമിച്ചതാണ്, എന്തെങ്കിലും ഒരു തെളിവിന് വേണ്ടി. പക്ഷേ ഒന്നും. വേറൊരു SI പറഞ്ഞു. ഇതുവരെ കൊലയാളി ആരെന്നോ എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തുന്നതെന്നോ മനസ്സിലാക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. ഓരോരുത്തരായി നന്ദനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഗൗരി മാത്രം ഒന്നും പറയാതെ തന്റെ മുന്നിലിരുന്ന കേസ് ഫയലുകൾ പഠിക്കുകയായിരുന്നു. അത് നന്ദൻ ശ്രദ്ധിക്കുകയും ചെയ്തു. ഇങ്ങനെ ഡെസ്പാകാതെ സുധീഷ്, ഇതുവരെ ഈ കേസിൽ ഒരു തെളിവും കിട്ടിയില്ലെന്നല്ലേ പറഞ്ഞേ? യെസ് സർ, പക്ഷേ ഇന്നങ്ങനെയല്ല. ഐറിക്കിന്റെ വീട്ടിൽ നിന്നും നമുക്ക് ഒരു മെമ്മറി കാർഡ് കിട്ടിയിരിക്കുന്നു. ദേ ഇതും പറഞ്ഞ് നന്ദൻ ഒരു മെമ്മറി കാർഡ് എടുത്തു കാണിച്ചു. ഈ മെമ്മറി കാർഡ് ഐറിക്കിന്റെയോ ആ വീട്ടിലെ മറ്റുള്ളവരുടെയോ അല്ല. നമുക്ക് വേണ്ടി കൊലയാളി അവിടെ ഇട്ടിട്ട് പോയതാണ്. ഇതിൽ ചില സൂചനകളുണ്ട് കൊലയാളിയിലേക്ക് നീളുന്നത്. ഇതും പറഞ്ഞ് നന്ദൻ തന്റെ ലാപ്ടോപ്പിലേക്ക് ആ മെമ്മറി കാർഡ് കണക്ട് ചെയ്തു. ശേഷം അതിലുണ്ടായിരുന്ന ഒരു വീഡിയോ ഫയൽ ഓപ്പൺ ചെയ്ത് പ്രൊജക്ടറിൽ കാണിച്ചു. അത് കണ്ട് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി. വീഡിയോ പ്ലേ ആയതും കറുത്ത മാസ്ക് അണിഞ്ഞൊരാൾ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ശേഷം അയാൾ ക്യാമറയുടെ മുന്നിൽ നിന്നും മാറിയതും പുറകിൽ ബാത്റൂമിൽ കെട്ടിയിട്ടേക്കുന്ന ഐറിക് എബ്രാഹിമിനെ കണ്ട് ഗൗരിയും മറ്റ് ഓഫീസേഴ്സും ആ വീഡിയോയിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തു. കൊലയാളി ഐറിക്കിന്റെ അടുത്തേക്ക് ചെന്ന് അയാളെ തട്ടി വിളിച്ചു. അയാൾ മയക്കത്തിൽ നിന്ന പോലെ എണീറ്റു. പക്ഷേ അപ്പോഴും അയാൾ അവശനായിരുന്നു. മാസ്ക്ധാരി ഐറിക്കിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കേൾക്കുന്തോറും ഐറിക്കിന്റെ കണ്ണുകളിൽ ഭയം നിറയുന്നു. പക്ഷെ അയാൾ എന്താ പറയുന്നതെന്ന് വീഡിയോയിൽ വ്യക്തമല്ല. അല്പസമയം കഴിഞ്ഞതും മാസ്ക്ധാരി ഐറിക്കിനെ ഒരു ഫോട്ടോ കാണിച്ചു. ആ ഫോട്ടോ കണ്ടതും ഐറിക് ആ മാസ്ക്ധാരിയെ പേടിയോടെ നോക്കി. അത് കണ്ട് അയാൾ ഫോട്ടോ ഐറിക്കിന് മാത്രം കാണാവുന്ന പോലെ വെച്ച ശേഷം ഒരു കത്തിയെടുത്ത് അയാളുടെ കയ്യിലൂടെ പതിയെ ഒന്ന് ഓടിച്ചു. ശേഷം ഐറിക്കിന്റെ ദേഹത്തുകൂടെ പതിയെ ഓടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴും അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കേട്ടെന്ന പോലെ ഐറിക് മറുപടിയും പറയുന്നുണ്ട്. അങ്ങനെ കത്തി ഓടിച്ചു കൊണ്ടുവന്ന് കാലിലെ തൊടയിലായി ആ കത്തി കുത്തിയിറക്കി. അതിന്റെ വേദന എടുത്തെന്നോണം ഐറിക് നിലവിളിച്ചു. അത് കണ്ട് ആ കൊലയാളി ഐറിക്കിന്റെ ദേഹത്തിന്റെ പലയിടത്തായി കത്തി അതിവേഗം കുത്തിയിറക്കുകയും വലിച്ചൂരുകയും ചെയ്തു. അതിന്റെ പ്രതിഫലമെന്നോണം ടാപ്പ് തുറന്നുവിട്ട പോലെ മുറിവുകളിൽ നിന്നും രക്തം നിലത്തേക്ക് ചീറ്റി. അങ്ങനെ രക്തമൊഴുകുന്നതും നോക്കി ഐറിക്കിന് മുന്നിലായി കൊലയാളിയിരുന്നു. രക്തമൊഴുകുന്നത് നിന്നതും കൊലയാളി ഒരു ഭ്രാന്തനെ പോലെ വീണ്ടും ഐറിക്കിന്റെ മുഖത്തായി കത്തികൊണ്ട് വരിഞ്ഞു മുറിവുണ്ടാക്കി. അതിൽ നിന്നും ചെറുചാലായി രക്തമൊഴുകിയതും അതെല്ലാം ഒരു തുണി കൊണ്ട് ഒപ്പിയെടുത്ത് ഐറിക്കിന്റെ വായിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു. അത് ഐറിക് ആർത്തിയോടെ കുടിച്ചു. അത് കണ്ടതും ഗൗരിക്ക് ഓക്കാനിക്കാൻ വരുന്നത് പോലെ തോന്നി. ഐറിക്കിന്റെ ബോധം മറയാറായതും കൊലയാളി തന്റെ കയ്യിലിരുന്ന കത്തികൊണ്ട് ഐറിക്കിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. ശേഷം ആ കണ്ണുകൾ ക്യാമറയിലേക്ക് ചൂണ്ടി. അത് കണ്ട ഗൗരിക്ക് ഛർദിക്കാൻ വന്നു. അവൾ അവിടെ നിന്നും പെട്ടെന്ന് എണീറ്റുപോയി. സാർ, മതി, ഇനി ഇത് കാണാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല. പെട്ടെന്ന് SI രാജീവ് പറഞ്ഞതും നന്ദൻ പെട്ടെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിർത്തി. ഓ,
ഇത് കണ്ട നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ ആ എറിക് സാർ എന്തോരം വേദന തിന്ന് കാണും. ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. എല്ലാവരും അതൊന്ന് ആലോചിച്ചു നോക്കി. ഐ ആം സോറി ഗൈസ്. അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞ് ഗൗരി തന്റെ ചെയറിലേക്ക് തിരിച്ചു വന്നിരുന്നു. ഇറ്റ്സ് ഓക്കെ, നന്ദൻ പറഞ്ഞു. ഈ വീഡിയോ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നന്ദൻ എല്ലാവരോടുമായി ചോദിച്ചു. സർ, അയാളൊരു സൈക്കോ ആണെന്ന് തോന്നുന്നു. അതാണ് ഇത്രയും ക്രൂരമായി ഒരു കൊലപാതകം. ശരിയാ, ഒരു മൃഗത്തോട് കാണിക്കുന്ന പരിഗണന പോലും ആ കൊലയാളി ഐറിക് സാറിനോട് കാണിച്ചില്ല. യെസ്, എനിക്കും തോന്നുന്നു അയാളൊരു സൈക്കോയാണെന്ന്. കോൺസ്റ്റബിൾ ഓരോരുത്തരായി പറഞ്ഞുകൊണ്ടിരുന്നു. നോ, അവനൊരു സൈക്കോയല്ല. ഗൗരി പറഞ്ഞതും എല്ലാവരും അവിടെ തന്നെ നോക്കി. ഇത്രയും കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ആ കൊലയാളിക്ക് ഒന്നില്ലെങ്കിൽ ഐറിക് എബ്രാഹിമിനോട് അല്ലെങ്കിൽ മൊത്തം പോലീസുകാരോട് അവന് തീർത്താൽ തീരാത്തൊരു പകയുണ്ടെന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഐറിക്കിന് ബോധം വീണതും കൊലയാളി എന്തോ അയാളോട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരു ഫോട്ടോയും കാണിച്ചിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഐറിക്കിന്റെ മുഖത്ത് ഭയമാണ്. അതിനർത്ഥം ഒന്നേയുള്ളൂ, ആ കൊലയാളിയോട് അല്ലെങ്കിൽ ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോട് ഐറിക് എന്തോ ചെയ്തിട്ടുണ്ട്. ഐറിക്കിനോട് അത്രയും പക തോന്നാൻ മാത്രം എന്തോ ഒന്ന്. ഗൗരി ആലോചനയോടെ പറഞ്ഞു നിർത്തി. യെസ്, യു ആർ കറക്റ്റ്. അല്ല സാർ, മാഡം പറഞ്ഞ പോലെയാണെങ്കിൽ ആദ്യം കൊല്ലപ്പെട്ട 2 വനിതാ പോലീസുകാരോ? നന്ദൻ പറഞ്ഞത് കേട്ട് SI ചോദിച്ചു. കൊലയാളിക്ക് പക തോന്നാൻ കാരണമായ സംഭവത്തിൽ ആദ്യം കൊല്ലപ്പെട്ട 2 പേർക്കും പങ്കുണ്ടെങ്കിൽ? നന്ദൻ ചോദിച്ചതും എല്ലാവരും ഒരു നിമിഷം ആലോചിച്ചു നിന്നു. യെസ്, ഗൗരി പറഞ്ഞു. അല്ല സാർ, ഇവർ 3 പേരെ കൂടാതെ വേറെയും ഓഫീസേഴ്സ് ആ ഒരു സംഭവത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ? കൊലയാളിയുടെ അടുത്തിര അവരിൽ ആരെങ്കിലും ആയിക്കൂടെ? അവർ പറഞ്ഞത് കേട്ട് ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. യെസ്, അങ്ങനെയുണ്ടെങ്കിൽ അത് എത്രയും വേഗം കണ്ടുപിടിക്കണം, ഗൗരി പെട്ടെന്ന് പറഞ്ഞു. യെസ്, നമ്മളിന്ന് തുടങ്ങുവാണ് ഈ കേസ്. അതിന് ആദ്യം അനീഷ് ആൻഡ് ജോബിൻ, നിങ്ങൾ 2 പേർ. ഈ കൊല്ലപ്പെട്ട 3 പേരും ഏതെങ്കിലും സ്റ്റേഷനിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സ്റ്റേഷനിൽ എത്ര നാൾ, അന്ന് അവിടെ വർക്ക് ചെയ്തിരുന്ന മറ്റ് ഓഫീസേഴ്സ് ആരൊക്കെ, അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്തത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം. അതും എത്രയും പെട്ടെന്ന്, നന്ദൻ പറഞ്ഞു. യെസ് സർ. റാം ആൻഡ് രാജീവ്, നിങ്ങൾ 2 പേരും ആദ്യം കൊല്ലപ്പെട്ട ചാരുത ആൻഡ് രമ്യ, ഇവർ 2 പേരുടെയും ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം. അതും നിങ്ങൾ 2 പേരും നേരിട്ട് തന്നെ പോകണം, നന്ദൻ പറഞ്ഞു. ഷുവർ സർ. കഴിവതും ഇന്ന് തന്നെ നിങ്ങൾ 2 പോകണം. പോലീസ് സ്റ്റേഷനിലും വീട്ടിലും അന്വേഷിക്കുന്നതിനൊപ്പം അവരുടെ നെയ്ബേഴ്സിനടുത്തു കൂടി ഒന്ന് അന്വേഷിക്കണം, ഗൗരിയും അവരോട് പറഞ്ഞു. യെസ് മാഡം, ഞങ്ങൾ ഇന്ന് തന്നെ പോകാം, അവർ 2 പേരും പറഞ്ഞു. ഐറിക് എബ്രാഹിമിനെ പറ്റിയും അന്വേഷിക്കണം. അതിനെ നമുക്ക് നേരിട്ട് പോകാം. ആ ഗൗരി, താൻ ഈ കേസ് ഫയൽ നോക്കി ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുമോ നോക്കണം. ഷുവർ നന്ദൻ. ഗൗരി ഇതും പറഞ്ഞ് കേസ് ഫയലുകൾ എടുത്തു നോക്കി. അത് കണ്ട് നന്ദൻ SI സുധീഷിനെയും ഒരു കോൺസ്റ്റബിളിനെയും കൂട്ടി നേരെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. മറ്റു 4 പേരും അവരെ ഏൽപ്പിച്ച ജോലിക്കായി അവരും യാത്ര തിരിച്ചു. 5/3/2021 ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ. പരാതി കൊടുക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി ഒത്തിരി പേര് ദിവസവും വന്നു പോകുന്ന ഇടം. അന്നും പല ആവശ്യങ്ങൾക്കും വേണ്ടി വന്നവർ ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾ നോക്കാനായി ഉണ്ടായിരുന്ന പോലീസുകാർ അതെല്ലാം ഭംഗിയായി ചെയ്യുന്നുമുണ്ട്. അവിടേക്ക് നന്ദകിഷോറിന്റെ റെഡ് സ്കോർപിയോ വന്നു നിന്നു. അതിൽ നിന്നും നന്ദനും SI സുധീഷും കോൺസ്റ്റബിൾ സുഗുണനും ഇറങ്ങി സ്റ്റേഷനിലേക്ക് നടന്നു. നന്ദനെ കണ്ട എല്ലാ പോലീസുകാരും നന്ദനെ സല്യൂട്ട് ചെയ്തു. നന്ദൻ നേരെ SIയുടെ ക്യാബിനിലേക്കാണ് ചെന്നത്. അവിടെ അപ്പോൾ പുതിയ SI സഹദേവനായിരുന്നു ഉണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ് സർ. നന്ദനും മറ്റു 2 പേരും SIയുടെ ക്യാബിനിലേക്ക് ചെന്നതും SI പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്ന് വേണ്ടിയിട്ട് സല്യൂട്ട് ചെയ്തു. ശേഷം പറഞ്ഞു, ഗുഡ് മോർണിംഗ് സഹദേവൻ. സർ പ്ലീസ്. സഹദേവൻ ഇത് പറഞ്ഞ് താനിരുന്ന സീറ്റ് നന്ദനായി നൽകിയെങ്കിലും അത് കുഴപ്പമില്ലടോ, താനിരിക്കെ. ഇതും പറഞ്ഞ് SIക്ക് നേരെയുള്ള സീറ്റിൽ നന്ദൻ ഇരുന്നു. അടുത്തായി SI സുധീഷും. കമ്മീഷണർ പറഞ്ഞിരുന്നു സാറെന്നെത്തുമെന്ന്. പറയൂ സർ, ഞാൻ എന്താണ് സാറിന് വേണ്ടി ചെയ്യേണ്ടത്? സഹദേവൻ നന്ദനോട് ചോദിച്ചു. കമ്മീഷണർ പറഞ്ഞു കാണുമല്ലോ, ഇവിടുത്തെ മുൻ SI ഐറിക് എബ്രാഹിമിന്റെ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്.
എനിക്ക് ഐറിക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വന്നത്. നന്ദൻ വളരെ സൗമ്യമായി പറഞ്ഞു. ഓക്കെ സർ. ഞാനാകെ 2-3 തവണ മാത്രമേ ഈ ഐറിക്കിനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഐറിക്കിനെ കുറിച്ച് എനിക്കങ്ങനെ കാര്യമായൊന്നും അറിയില്ല. ഐറിക്കിന്റെ കൂടെ വർക്ക് ചെയ്തവരെ വിളിക്കാം, സാറിന് അവരോട് ചോദിക്കാം. ഇതും പറഞ്ഞ് സഹദേവൻ ബെല്ലടിച്ചതും ഒരു പോലീസ് കോൺസ്റ്റബിൾ അകത്തേക്ക് വന്നു. ആ സ്റ്റീഫ, ഇത് നന്ദകിഷോർ IPS. മുൻ SI ഐറിക്കിന്റെ കൊലപാതക കേസ് അന്വേഷിക്കുന്ന പുതിയ ടീമാണ്. ഇവർക്ക് നിങ്ങളോടൊക്കെ എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. സഹദേവൻ പറഞ്ഞതും അകത്തേക്ക് വന്ന കോൺസ്റ്റബിൾ നന്ദനെ നോക്കി. ആ സമയം തന്നെ നന്ദകിഷോറിന്റെ കൂടെ വന്ന കോൺസ്റ്റബിൾ അവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള ഡിവൈസ് അവർ കാണാതെ ഓൺ ചെയ്തു. നിങ്ങൾ എത്ര നാളായി ഈ സ്റ്റേഷനിൽ? നന്ദൻ ചോദിച്ചു. 4 വർഷമായി സർ. ഈ ഐറിക് എത്ര നാളായി ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട്? ഒരു 4 മാസമായി കാണും സർ. ഐറിക് അതിനു മുമ്പ് എവിടെയായിരുന്നു എന്നറിയാമോ? നന്ദൻ ഓരോരോ കോൺസ്റ്റബിളിനടുത്തു നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അത് വാളയാർ, അവിടെയായിരുന്നു സർ. ഐറിക്കിനെ പറ്റി പൊതുവായുള്ള അഭിപ്രായം എന്തായിരുന്നു? നന്ദൻ അത് ചോദിച്ചതും കോൺസ്റ്റബിൾ SI ഒന്ന് നോക്കി. നല്ല അഭിപ്രായമായിരുന്നു സർ. അങ്ങനെ ആരും മോശമായി പറഞ്ഞു കേട്ടിട്ടില്ല. കോൺസ്റ്റബിൾ പറഞ്ഞു നിർത്തിയതും നന്ദൻ സംശയത്തോടെ ആ കോൺസ്റ്റബിളിനെ ഒന്ന് നോക്കിയതും അത് കണ്ട് അയാൾ തല താഴ്ത്തി നിന്നു. ശരി, താങ്ക് യു സഹദേവൻ. താങ്ക്സ് ഫോർ ദി സപ്പോർട്ട്. ഇതും പറഞ്ഞ് നന്ദൻ SIക്ക് കൈകൊടുത്തു. ശേഷം തന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് മുഖത്തേക്ക് വെച്ച് നന്ദൻ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങി. സുഗുണ സർ. അവസാനം വന്ന ആ 2 കോൺസ്റ്റബിൾസ്, അവർ 2 പേരും എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ സർ. സ്റ്റേഷനിൽ വെച്ച് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് നമ്മളോട് പുറത്തു വെച്ച് പറയാനുണ്ടാകും. നന്ദൻ ഇതും പറഞ്ഞ് സ്കോർപിയോയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ശേഷം ആ വാഹനം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് കടന്നു. ഈ കൊല്ലപ്പെട്ട ഐറിക്കിന്റെ വീട് കോട്ടയം പോലീസ് സ്റ്റേഷൻ പരിധിയിലല്ലേ? തിരിച്ചുള്ള യാത്രയിൽ ഐറിക് കൂടെയുള്ളവരോട് ചോദിച്ചു. അതെ സർ, അവർ പറഞ്ഞു. ഇതും പറഞ്ഞ് നന്ദൻ സ്കോർപിയോ കോട്ടയം പോലീസ് സ്റ്റേഷനിലേക്ക് പായിച്ചു. അന്ന് വൈകുന്നേരം 4 മണി. കോട്ടയം പോലീസ് സ്റ്റേഷൻ. നന്ദന്റെ സ്കോർപിയോ കോട്ടയം പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു. അവിടുത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് പാർക്ക് ചെയ്ത ശേഷം 3 പേരും SIയുടെ ക്യാബിനിലേക്ക് കടന്നു ചെന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ക്യാബിനിലേക്ക് കയറി വരുന്ന നന്ദനെ കണ്ടതും കോട്ടയം സ്റ്റേഷനിലെ വനിതാ SI അനിത സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് വേണമായിരുന്നു. എന്തിൻ്റെയാണ് സർ? നന്ദൻ ചോദിച്ചതും അത് കേട്ട് മനസ്സിലാകാത്ത പോലെ അനിത ചോദിച്ചു. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഐറിക് എബ്രഹാം, അയാളുടെ വീടിനടുത്തുള്ള എല്ലാ CCTV ഫുട്ടേജും നാളെ രാവിലെ എനിക്ക് എൻ്റെ ഓഫീസിൽ കിട്ടണം. അതും ഈവനിങ് 7 o'clock തൊട്ട് മോർണിംഗ് 6 AM വരെയുള്ളത്. ഷുവർ സർ, ഞാൻ എത്തിക്കാം. പിന്നെ ഐറിക്കിന്റെ ബോഡി ആദ്യം കണ്ടത്? ജോലിക്കാരിയാണ് സർ. നന്ദൻ ആലോചനയോടെ നിന്നതും അനിത പറഞ്ഞു. ഓക്കെ. ആ വേലക്കാരിയും പിന്നെ ആ ന്യൂസ് പേപ്പർ ബോയും വാർഡ് മെമ്പറും, ഇവരെയും അടുത്ത ദിവസം എൻ്റെ മുൻപിൽ എത്തിക്കണം. ഓക്കെ സർ. ഐറിക്കിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലല്ലേ? യെസ് സർ. ഏത് ഡോക്ടറായിരുന്നു? ഡോക്ടർ സാമുൽ അലക്സാണ്ടർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ കിട്ടും സർ, അനിത പറഞ്ഞു. ഓക്കെ, അതിൻ്റെ ഒരു കോപ്പി കൂടെ ഓഫീസിൽ ഏൽപ്പിച്ചേര്. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. ഇത്രയും പറഞ്ഞ് നന്ദൻ തന്റെ സീറ്റിൽ നിന്നും എണീറ്റ് തിരിഞ്ഞ് അല്പം നടന്ന ശേഷം അനിതയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. സർ, ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ വേണ്ട. നന്ദൻ അനിതയെ ഒന്നുകൂടി നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് കടന്നു. അതുകണ്ട് ഒന്നും മനസ്സിലാകാതെ അനിതയും നിന്നു. അന്ന് രാത്രി 10 മണി. കോട്ടയം മെഡിക്കൽ കോളേജ് റോഡ്. വഴിയരികിലായി തന്റെ റെഡ് സ്കോർപിയോ ഒതുക്കി നിർത്തിയിട്ടേക്കുവാണ് നന്ദൻ. അധികം വാഹനങ്ങളൊന്നും കാണാത്തതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞതും നന്ദൻ തന്റെ കാർ മുന്നോട്ടെടുത്തു. കോട്ടയം മെഡിക്കൽ കോളേജ് റൂട്ടിലൂടെ വളരെ പതിയെ നന്ദൻ തന്റെ കാർ ഓടിച്ചു. കാർ ഓടിക്കുമ്പോഴും നന്ദന്റെ കണ്ണുകൾ ചുറ്റും ഓടി നടന്നു. അവസാനം നന്ദന്റെ കാർ കൊല്ലപ്പെട്ട ഐറിക് എബ്രഹാമിന്റെ വീടിനോട് ചേർത്ത് ഒതുക്കി നിർത്തി. ശേഷം കാറിൽ നിന്നും ഇറങ്ങി ചുറ്റുമൊന്ന് നോക്കി. അധികം ദൂരത്തല്ലാതെ ചില വീടുകളുണ്ട്. പക്ഷേ 1-2 വീടുകളിൽ മാത്രമേ ആ സമയം വെളിച്ചമുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ഒന്ന് നോക്കി കുറച്ചു സമയം നിന്ന ശേഷം നന്ദൻ തന്റെ കാറിൽ കയറി തിരിച്ചു വീട്ടിലേക്ക് പോയി. വീടിന് മുന്നിൽ കാർ പാർക്ക് ചെയ്ത് നന്ദൻ വീടിനുള്ളിലേക്ക് കയറിപ്പോയതും തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്നും 2 കണ്ണുകൾ അവനെ തന്നെ നോക്കി നിന്നു.
ആ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞതും പെട്ടെന്ന് തന്നെ ജനലടച്ച് കർട്ടനും വലിച്ചിട്ടു. അടുത്ത ദിവസം രാവിലെ തന്നെ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ നിന്നും നന്ദൻ ചോദിച്ചതനുസരിച്ച് ഐറിക് എബ്രാഹിമിന്റെ വീട്ടിൽ ചുറ്റുമുള്ള CCTV ഫുട്ടേജ് നന്ദന്റെ ഓഫീസിൽ എത്തിച്ചിരുന്നു. അതോടൊപ്പം ബോഡി ആദ്യം കണ്ട ജോലിക്കാരിയും ന്യൂസ് പേപ്പർ ബോയും വാർഡ് മെമ്പറും. നന്ദൻ എല്ലാവരോടും അന്ന് അവിടെ കണ്ട കാര്യങ്ങൾ വീണ്ടും ചോദിച്ചു. അതിനവർ ഓരോരുത്തരായി മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. നന്ദൻ ആവശ്യമുള്ള വിവരങ്ങളെല്ലാം കിട്ടിയപ്പോൾ അവരോട് പൊക്കോളാൻ പറഞ്ഞു. അവരെല്ലാം പോയി കഴിഞ്ഞതും അവർ അന്ന് പറഞ്ഞതും നന്ദൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളുമായി ക്രോസ് മാച്ച് ചെയ്തു. പക്ഷേ അതിൽ നിന്നും വലിയ തുമ്പൊന്നും കിട്ടിയില്ല. സർ, മേ ഐ? നന്ദന്റെ ക്യാബിനിൽ മുട്ടിക്കൊണ്ട് ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. നന്ദൻ അവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. സർ, രാവിലെ പറഞ്ഞ വീടുകളിൽ ഞാൻ പോയിരുന്നു. അവർ അന്ന് രാത്രി പ്രത്യേകിച്ചൊന്നും കണ്ടും കേട്ടിട്ടുമില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു പയ്യൻ പറഞ്ഞു അന്ന് ഐറിക് സാറിന്റെ വീടിനോട് ചേർന്ന് ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന്. കോൺസ്റ്റബിൾ പറഞ്ഞു. കാർ? എന്ത് കാർ? നന്ദൻ സംശയത്തോടെ ചോദിച്ചു. ഞാൻ ആ പയ്യനെ കൊണ്ടുവന്നിട്ടുണ്ട് സർ, വിളിക്കാം. കോൺസ്റ്റബിൾ ഇതും പറഞ്ഞ് പുറത്തേക്ക് പോയി. ഒരു 18 വയസ്സ് പ്രായമുള്ള പയ്യനെയും കൊണ്ട് നന്ദന്റെ അടുത്തേക്ക് വന്നു. സർ, ഇതാണ് ആ പയ്യൻ. എന്താ നിന്റെ പേര്? അഭിജിത്ത്. താൻ എന്താന്ന് കണ്ടത്? അത് സാർ, ഞാനൊരു 2 മണിക്ക് വീടിന് പുറത്തിറങ്ങിയപ്പോൾ SI സാറിന്റെ വീടിനോട് ചേർന്ന് ഒരു വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. ഏതാ വണ്ടിയെന്നറിയുമോ? അത് മഹീന്ദ്രയുടെ താറാണെന്ന് തോന്നുന്നു. അധികം വെളിച്ചമില്ലാത്തിടത്തായിരുന്നു കാറ് പാർക്ക് ചെയ്തിരുന്നത്. നിനക്കെന്താ ആ വണ്ടിയിൽ സംശയം തോന്നാൻ കാരണം? അങ്ങനെ ചോദിച്ചാൽ ഞാൻ 1 മണിക്ക് പുറത്തിറങ്ങിയപ്പോൾ അവിടെ വണ്ടിയൊന്നും കണ്ടില്ല. രാവിലെ എണീറ്റപ്പോഴുമില്ലായിരുന്നു. പിന്നെ അന്ന് SI സാർ കൊല്ലപ്പെട്ടത് കൂടെ ചെയ്തപ്പോൾ ഒരു സംശയം തോന്നി. പിന്നെ അന്ന് രാത്രി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു നിലവിളി കേട്ട പോലെയും തോന്നിയിരുന്നു. ആ പയ്യൻ പറഞ്ഞതും നന്ദൻ അവനെ സംശയത്തോടെ നോക്കി. എന്നിട്ട് അത് നീ ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ? അത് കേട്ട് കോൺസ്റ്റബിൾ അവനോട് ചോദിച്ചു. അത് ഞാനിപ്പോഴാ ഓർത്തത്. ആ പയ്യൻ പറഞ്ഞത് കേട്ട് നന്ദൻ അവിടെയുണ്ടായിരുന്ന ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. ആ ഗൗരി, ഇന്ന് കിട്ടിയ CCTV ഫുട്ടേജിൽ മഹീന്ദ്രയുടെ താറിന്റെ വിഷ്വൽസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ പയ്യൻ പറഞ്ഞു വെച്ചത് നോക്കുമ്പോൾ മോർണിംഗ് 12:30 തൊട്ട് ഒരു 4 AM വരെയുള്ള ടൈമിൽ. ആ, ഓക്കെ. ഇത്രയും പറഞ്ഞ് നന്ദൻ ഫോൺ കട്ട് ചെയ്തു. അല്ല, നീ എന്തിനാ ആ സമയത്ത് പുറത്തിറങ്ങിയത്? നന്ദൻ സംശയത്തോടെ ചോദിച്ചു. അത് സാർ, ഞാൻ ഫോണിൽ ഒരു ഹൊറർ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ആ ഫിലിം കണ്ടതിന്റെ ചെറിയൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു നിലവിളി കൂടി കേട്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചുപോയി. അടുത്ത് പള്ളിയും സിമിത്തേരിയും ഒക്കെ ഉള്ളതാണേ. അവൻ പറഞ്ഞതും അത് കേട്ട് നന്ദനൊന്ന് ചിരിച്ചു. അതൊക്കെ പോട്ടെ, ഈ SI പറ്റി എന്താ പൊതുവിലുള്ള അഭിപ്രായം? അയാൾ ഭയങ്കര കൈക്കൂലിക്കാരനാ സാറേ. അയ്യോ. നന്ദൻ ചോദിച്ചത് കേട്ടപ്പോൾ തന്നെ ആ പയ്യൻ ഒന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. അതിനുശേഷമാണ് താൻ ആരോടാ പറഞ്ഞതെന്ന ഓർമ്മ അവന് വന്നത്. അല്ല, SI സാർ നല്ലൊരു സാറായിരുന്നു. നന്ദന്റെ നോട്ടം കണ്ടതും ആ പയ്യൻ പെട്ടെന്ന് തിരുത്തി പറഞ്ഞു. എന്നിട്ട് ഇതല്ലല്ലോ നീ ആദ്യം പറഞ്ഞത്? അത് സാർ, ഞാൻ അറിയാതെ. നന്ദൻ ചോദിച്ചത് കേട്ട് അവൻ വിക്കിക്കൊണ്ട് പറഞ്ഞു. മോനെ അഭിജിത്തെ, നീ ഉള്ളതുപോലെ പറ. അങ്ങനെ പറഞ്ഞു നിന്നെ ആരും ഒന്നും ചെയ്യില്ല. അത് സാർ. പറഞ്ഞോ. ഐറിക് കൈക്കൂലിക്കാരനായിരുന്നു? അതെ സാർ. കാശും കൊണ്ട് SI സാറിന്റെ അടുത്ത് ചെന്നാൽ പുള്ളി എന്ത് കാര്യവും ചെയ്തു കൊടുക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ വണ്ടി ഓടിച്ച് ആരെങ്കിലും ഇടിച്ചിട്ടു എന്ന് കരുതുക. അത് കേസാകുമ്പോൾ ഞാൻ ആ SI സാറിന് കുറച്ച് കാശ് കൊടുത്താൽ മതി. ഞാൻ ഇടിച്ചിട്ടയാൾ എൻ്റെ വണ്ടി മുന്നിലേക്ക് എടുത്തു ചാടിയെന്ന് വരുത്തി തീർക്കും. ഇതാണ് SI ഐറിക് എബ്രഹാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാർ. അഭിജിത്ത് പറഞ്ഞു നിർത്തിയതും നന്ദന് മുന്നിലുണ്ടായിരുന്ന ഫോൺ റിംഗ് ചെയ്തു. ഹലോ. ഓക്കെ, ഇപ്പോൾ വരാം. ഇതും പറഞ്ഞ് നന്ദൻ ഫോൺ കട്ട് ചെയ്തു. തൻ്റെ കസേരയിൽ നിന്നും എണീറ്റു. നീങ്ങ് വന്നേ. ഇതും പറഞ്ഞ് അഭിജിത്തിനെയും കൊണ്ട് കമ്പ്യൂട്ടർ റൂമിലേക്ക് ചെന്നു. ഗൗരി, ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തേ. നന്ദൻ ഗൗരിയോട് പറഞ്ഞതും അവൾ CCTV ഫുട്ടേജ് പ്ലേ ചെയ്തു. ഇതാണോ നീ കണ്ടെന്ന് പറഞ്ഞ മഹീന്ദ്ര താർ? CCTV ഫുട്ടേജിൽ പതിഞ്ഞ ഒരു താർ കാണിച്ച് നന്ദൻ ചോദിച്ചു. അതെ സാർ,
ഈ വണ്ടി തന്നെയാണ്, അഭിജിത്ത് പറഞ്ഞു. ഡോ, ഇവനെ എവിടെ നിന്ന് പൊക്കിയോ അവിടെ തന്നെ കൊണ്ടുചെന്ന് വിട്ടേര്. നന്ദൻ പറഞ്ഞതും ആ കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്ത ശേഷം ആ പയ്യനുമായി തിരിച്ചുപോയി. അതിനുശേഷം നന്ദൻ ഗൗരിയുടെ അടുത്തായി വന്നു നിന്നു. അത് കണ്ട് ഗൗരി സിസ്റ്റത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്നു. ആ കാറിന്റെ നമ്പർ കിട്ടിയോ? യെസ് സർ, ഗൗരി പറഞ്ഞു. ഈ നമ്പർ എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്യണം. മിക്കവാറും ഫേക്കാകാനും ചാൻസ് ഉള്ളൂ. MVDയിൽ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞേക്കുന്നത്, ഗൗരി പറഞ്ഞു. ഓക്കെ. അപ്പോഴേക്കും ഗൗരിയുടെ ഫോൺ റിങ് ചെയ്തു. അതവൾ അറ്റൻഡ് ചെയ്തതും വാട്ട്? ഓക്കെ, താങ്ക് യു. ഇത്രയും പറഞ്ഞ് ഗൗരി കോൾ കട്ട് ചെയ്തു. എന്താ, എന്തുപറ്റി? നന്ദൻ സംശയത്തോടെ ചോദിച്ചു. ആ നമ്പർ കൊല്ലപ്പെട്ട ഐറിക് എബ്രഹാമിന്റെ പേരിലുള്ള മാരുതി സ്വിഫ്റ്റിൻ്റെതാണ്. അപ്പോൾ കൊലയാളി സമർത്ഥനാണ്, ഗൗരി പറഞ്ഞത് കേട്ട് നന്ദൻ പറഞ്ഞു. യെസ്. ഐറിക് എബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. യെസ്, മറ്റു 2 കൊലപാതകങ്ങൾ പോലെ തന്നെ ശരീരത്തിൽ നിന്നുള്ള അമിത രക്തപ്രവാഹം തന്നെയാണ് ഐറിക്കിന്റെയും മരണകാരണം. ഗൗരി ഇത് പറഞ്ഞ് ഐറിക്കിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നന്ദന് കൊടുത്തു. നന്ദൻ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും SI സുധീഷും അവിടേക്ക് വന്നു. ആ സുധീഷ്, താനിപ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്ക് പോകണം. കൊലയാളിയുടേതെന്ന് സൂചിപ്പിക്കുന്ന ഒരു വാഹനം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതും പറഞ്ഞ് സിസ്റ്റത്തിൽ ആ വാഹനം സുധീഷിന് കാണിച്ചു കൊടുത്തു. ഇതാണ് ആ വാഹനം. കൊല്ലപ്പെട്ട ഐറിക് എബ്രഹാമിന്റെ പേരിലുള്ള ഒരു വണ്ടിയുടെ നമ്പറാണ് കൊലയാളിയുടെ വണ്ടിക്കും അയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം വെളുപ്പിന് 4 മണിയോടെ കോട്ടയത്തെത്തിയ വാഹനം ഏത് റൂട്ടാണ് പോയതെന്ന് അന്വേഷിക്കണം. വാഹനം അമിത വേഗതയിലാണ് പലയിടത്തും കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ട്രാഫിക് ക്യാമറകളിൽ വാഹനവും നമ്പറും വാഹനം കടന്നുപോയ സമയവും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. അത് വെച്ച് ഏറ്റവും അവസാനം ഏത് ട്രാഫിക് ക്യാമറയിലാണ് ആ വാഹനം പതിഞ്ഞതെന്ന് ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റും. ആ ടൈം വെച്ച് അവസാനം പതിഞ്ഞ ക്യാമറയുള്ള സ്ഥലത്തിന്റെ ഏറ്റവും അടുത്ത ടൗൺ ഐഡന്റിഫൈ ചെയ്യണം, നന്ദൻ സുധീഷിനോടായി പറഞ്ഞു. തീർച്ചയായും സാർ. അല്ല സാർ, അപ്പോൾ ഐറിക്കിന്റെ വീട്ടിലേക്ക്? സുധീഷ് സംശയത്തോടെ ചോദിച്ചു. അത് ഞങ്ങൾ നോക്കിക്കോളാം. താനിപ്പോ ഞാൻ പറഞ്ഞത് ചെയ്യേ. നമുക്ക് കളയാൻ സമയം അധികമില്ല. യെസ് സർ, നന്ദൻ പറഞ്ഞത് കേട്ട് SI നന്ദന് സല്യൂട്ട് ചെയ്ത് അവിടെ നിന്നും പോയി. ഗൗരി, നമുക്ക് ഐറിക്കിന്റെ വീട് വരെ ഒന്ന് പോകണം. ഇത്രയും പറഞ്ഞ് നന്ദൻ ഗൗരിയുടെ അടുത്തു നിന്നും തിരിഞ്ഞു നടന്നു. പുറകെ ഗൗരിയും. അവനെ കൊണ്ട് വിട്ടോടോ. നന്ദൻ പുറത്തേക്ക് ചെന്നപ്പോൾ അഭിജിത്തിനെ കൊണ്ടുവിടാൻ പോയ കോൺസ്റ്റബിളും തിരിച്ചെത്തിയിരുന്നു. അതുകണ്ട് നന്ദൻ ചോദിച്ചു. യെസ് സർ. താൻ വണ്ടി കയറൂ. നന്ദൻ ഇതും പറഞ്ഞ് തന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് മുഖത്തേക്ക് വെച്ച് സ്കോർപിയോയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും ഗൗരി വന്ന് കോ ഡ്രൈവർ സീറ്റിലും കോൺസ്റ്റബിൾ പുറകിലുമായി കയറി. അതുകണ്ട് നന്ദൻ സ്കോർപിയോ മുന്നോട്ടെടുത്തു. അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം നന്ദന്റെ വാഹനം SI ഐറിക്കിന്റെ വീട്ടിലേക്ക് ചെന്ന് നിന്നു. നന്ദൻ കാറിൽ നിന്നിറങ്ങിയതും ഷെഡിൽ കിടക്കുന്ന ഐറിക്കിന്റെ മാരുതി സ്വിഫ്റ്റ് കണ്ട് ആ വാഹനത്തെ ഒന്ന് നോക്കി. അതിലെ രജിസ്ട്രേഷൻ നമ്പർ കണ്ട് നന്ദന്റെ കാറിന്റെ അടുത്തേക്ക് ചെന്നു. മൊത്തത്തിൽ ആ കാറിനെ ഒന്ന് നിരീക്ഷിച്ചു. അപ്പോഴേക്കും വീടിനുള്ളിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. ആരാ, മനസ്സിലായില്ല? ആ ചെറുപ്പക്കാരൻ ചോദിച്ചു. ഞാൻ ഗൗരി നന്ദൻ IPS. ഇത് നന്ദകിഷോർ. ഐറിക്കിന്റെ കൊലപാതകം അന്വേഷിക്കുന്നത് ഞങ്ങളാണ്. അയ്യോ സോറി മാഡം. ഞാൻ പെട്ടെന്ന് ആളറിയാതെ. ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മുണ്ട് താഴ്ത്തിയിട്ട് ബഹുമാനത്തോടെ പറഞ്ഞു. നിങ്ങൾ? ഞാൻ ഐറിക്കിന്റെ വൈഫ് ലില്ലിയുടെ ബ്രദറാണ്. ഓക്കെ, നിങ്ങൾ എവിടെയാണോ താമസം? കോൺസ്റ്റബിൾ പെട്ടെന്ന് ചോദിച്ചു. ഏയ് അല്ല, ഞാൻ തൃശ്ശൂരാണ്. മരണവിവരം അറിഞ്ഞു വന്നതാ. ബാക്കി ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരികെ പോകാമെന്ന് കരുതി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും അത് കേട്ട് ഗൗരി ഒന്ന് മൂളി. ഞങ്ങൾ വന്നത് ഐറിക്കിന്റെ വൈഫിന്റെയും മക്കളുടെയും അടുത്ത് നിന്ന് കുറച്ച് വിവരങ്ങൾ ചോദിച്ചറിയാനാണ്. അവർ ഓക്കെ അല്ലേ? അതെ, ചേച്ചി കരച്ചിലായിരുന്നു. ഇപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തിരികെ വരുന്നേയുള്ളൂ. ഈ ഐറിക്ക് എങ്ങനെയായിരുന്നു വീട്ടിലും ബന്ധുക്കളോടുമൊക്കെ? നല്ല സ്നേഹത്തെ തന്നെയായിരുന്നു സർ. ആരെയും ഇതുവരെ വെറുപ്പിച്ചിട്ടില്ല. ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും അത് കേട്ട് നന്ദൻ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഓ സോറി, പേര് ചോദിക്കാൻ വിട്ടുപോയി. എന്തായിരുന്നു പേര്? നന്ദൻ അടുത്തു വന്ന് ചോദിച്ചു. ലിൻസ്. എന്തു ചെയ്യുന്നു? ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുക, തൃശ്ശൂര്. എന്നാ ചേച്ചിയെയും പിള്ളേരും ഒക്കെ ഒന്ന് വിളിക്ക്. നമുക്ക് അകത്തിരിക്കാം.
ഇത്രയും പറഞ്ഞ് നന്ദൻ ആ ചെറുപ്പക്കാരന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു. നന്ദനും ഗൗരിയും വീടിനുള്ളിൽ കയറി ഹാളിലെ സോഫയിലേക്ക് ഇരുന്നതും കോൺസ്റ്റബിൾ അവർക്ക് പുറകിലായി വന്നു നിന്നു. നന്ദൻ ആ വീട് മൊത്തത്തിലൊന്ന് നോക്കി. അത്യാധുനിക രീതിയിൽ പണിതൊരു വീട് തന്നെയായിരുന്നു അത്. ഹാളിന് നടുക്കായി തന്നെ ഐറിക്കിന്റെ വലിയൊരു ഫോട്ടോയിൽ മാല ചാർത്തി വെച്ചേക്കുന്നു. അതിനോട് ചേർന്ന് കുറച്ച് പ്രായമുള്ളവരുടെ ഫോട്ടോകളും മാലയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാളിൽ ഒരു വശത്തായി വലിയൊരു അക്വേറിയവും അതിനകത്ത് വലിയൊരു മീനും. അക്വേറിയത്തിന്റെ അടുത്തുള്ള ഭിത്തിയിൽ ഐറിക്കിന്റെയും ഫാമിലിയുടെയും ഫോട്ടോകളും കുട്ടികളുടെ മാത്രമായുള്ള ഫോട്ടോകളും ഉണ്ടായിരുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഐറിക്കിന്റെ ഭാര്യയും മക്കളും വേറെ കുറച്ചു പേരും കൂടെ സ്റ്റെയർ കേസിൽ നിന്നിറങ്ങി അവിടേക്ക് വന്നു. സാധാരണ ഒരു സാരിയായിരുന്നു അവരുടെ വേഷം. മുടിയെല്ലാം പാറിപ്പറന്ന് കണ്ണുകൾക്ക് ചുറ്റും കറുത്ത പാടുമായി അവർ വന്നു. നന്ദന് നേരെയുള്ള സോഫയിൽ അവർ വന്നിരുന്നു. അവർക്കടുത്തു തന്നെ മക്കളും. അവരെ കണ്ടതും നന്ദൻ ഗൗരിയെ നോക്കി. ഞങ്ങൾക്ക് ഇവരോട് മാത്രമായി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സോ ബാക്കിയുള്ളവർ. ഗൗരി പറഞ്ഞതും ഐറിക്കിന്റെ വൈഫ് മറ്റുള്ളവരെ ഒന്ന് നോക്കി മാറാൻ പറഞ്ഞു. അത് കണ്ട് മറ്റുള്ളവർ അവിടെ നിന്നും പോയി. ഐ ആം സോറി. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, ഗൗരി പറഞ്ഞു. അത് സാരമില്ല, നിങ്ങൾ ചോദിച്ചോളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, ലില്ലി പറഞ്ഞു. ആദ്യം മോളോട്. മോളുടെ മുറി വഴിയാണ് കൊലയാളി ഈ വീടിനുള്ളിലേക്ക് കയറിയത്. മോളന്ന് ആരെങ്കിലും കാണുകയോ മറ്റോ ചെയ്തിരുന്നു? ഗൗരി ചോദിച്ചതും അവൾ അമ്മയെ നോക്കി. അവർ പറയാൻ പറഞ്ഞു. അവൾ ഗൗരിയെ നോക്കി ഇല്ല എന്ന് തലയനക്കി. അന്ന് ഒരാൾ മുറിയിലേക്ക് കയറിയ കാര്യം പോലും മോൾ അറിഞ്ഞില്ല? ആരോ അടുത്തു വന്ന് നിൽക്കുന്ന പോലെ തോന്നി. കണ്ണു തുറക്കും മുമ്പ് തന്നെ എന്തോ എന്റെ മുഖത്തേക്ക് വെച്ചു. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ്, അവൾ പറഞ്ഞു. അതിനു മുമ്പ് ഏതെങ്കിലും ദിവസങ്ങളിൽ ആരേലും ഇവിടേക്ക് ഈ വീട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നതായി കണ്ടിട്ടുണ്ടോ? രാത്രിയോ പകലോ? അവൾ ചോദിച്ചതും ഇല്ല എന്ന് തലയാട്ടി. ഓക്കെ, മോൻ നിങ്ങളുടെ കൂടെയാണല്ലേ കിടക്കുന്നത്? ഗൗരി ലില്ലിയോട് ചോദിച്ചതും അവർ അതേന്ന് തലയാട്ടി. അന്ന് നിങ്ങൾ കൊലയാളിയെ കണ്ടിരുന്നു? കണ്ടിരുന്നു എന്ന് അവർ പറഞ്ഞു. അത് കണ്ട് ഗൗരി നന്ദനെ നോക്കി. അത് കണ്ട് വീണ്ടും ചോദിക്കാൻ നന്ദൻ തലകൊണ്ട് ആംഗ്യം കാണിച്ചു. ആ കൊലയാളിയെ കണ്ടാൽ ഇനിയും തിരിച്ചറിയുമോ? ഇല്ല, അയാൾ ഒരു മാസ്ക് ഉപയോഗിച്ചിരുന്നു, അതുകൊണ്ട് മുഖം വ്യക്തമായില്ല. ഓക്കെ, അന്ന് നടന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തു പറയാമോ? അത് അന്ന് വാതിലിൽ തട്ടുന്ന പോലെയൊരു ശബ്ദം കേട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. ആദ്യം വിചാരിച്ചു എന്റെ തോന്നലായിരിക്കുമെന്ന്. പിന്നെയും ശബ്ദം കേട്ടപ്പോൾ ഞാൻ മോളായിരിക്കുമെന്ന് കരുതി. അതാ പെട്ടെന്ന് വന്ന് മുറിയുടെ വാതിൽ തുറന്നത്. മുറിയുടെ പുറത്തൊരാൾ നിൽക്കുന്നത് കണ്ടതും പെട്ടെന്ന് ഞാൻ നിലവിളിച്ചു. അത് കേട്ട് ഇച്ചായൻ ഉണർന്നു. എന്താണെന്ന് ചോദിച്ചു. ഇച്ചായൻ എന്റെ അടുത്തേക്ക് വരുന്നതിനു മുമ്പ് തന്നെ അയാൾ എന്റെ മുഖത്തേക്ക് ഒരു തുണി വെച്ച് എന്തോ മണപ്പിച്ചു. എന്റെ ബോധം മറയുമ്പോൾ ഞാൻ കണ്ടത് അവിടേക്ക് വന്നയാൾ എന്തോ വെച്ച് ഇച്ചായന്റെ തലക്കിട്ടടിക്കുന്നതാണ്. പിന്നെ മയക്കം വിട്ടുണർന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ്. പിന്നെയാണ് എല്ലാം ഞാൻ അറിഞ്ഞത്. എന്റെ ഇച്ചായൻ. ഇതും പറഞ്ഞ് അവർ സാരിയുടെ മുന്താണി കയ്യിൽ പിടിച്ച് കരയാൻ തുടങ്ങി. അത് കണ്ട് ഗൗരിയൊന്നും മിണ്ടാതിരുന്നു. അവർ കരച്ചിലടക്കും വരെ. ഐറിക് കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഇവിടേക്ക് വല്ല ത്രട്ടണിംഗ് കോളും വന്നിരുന്നു? ഏയ് ഇല്ല മാഡം. ഐറിക്കിന്റെ സ്വഭാവത്തിൽ വല്ല മാറ്റവും? ടെൻഷനോ പേടിയോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും? ഗൗരി സംശയത്തോടെ ചോദിച്ചു. ഏയ് ഇല്ല മാഡം. ഇച്ചായൻ ഹാപ്പി ആയിരുന്നു. അല്ലേലും വീട്ടിൽ വന്നാൽ ഇച്ചായൻ എന്റെയും പിള്ളേരുടെയും ഒക്കെ ഒപ്പമാണ് എപ്പോഴും. ഇത്രയും നാളുകൾക്കിടയിൽ ഒരിക്കൽ പോലും ഇച്ചായന്റെ മുഖത്ത് ടെൻഷനോ പേടിയോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ലില്ലി പറഞ്ഞു. ഓക്കെ. ആ പിന്നെ ഈ വണ്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾ കണ്ടിരുന്നോ? ഗൗരി ഇതും പറഞ്ഞ് CCTV ഫുട്ടേജിൽ നിന്നും കിട്ടിയ താർജീപ്പിന്റെ ഫോട്ടോ അവരെ കാണിച്ചു. ഇല്ല മാഡം, കണ്ടിട്ടില്ല, ലില്ലി പറഞ്ഞു. ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞില്ലേ അച്ഛയുടെ വണ്ടിയുടെ നമ്പറുള്ള വേറെ വണ്ടി കണ്ടുവെന്ന്. അന്നീ ചേച്ചി പറഞ്ഞു ഞാൻ കള്ളം പറയുവാന്ന്. പെട്ടെന്ന് അവരുടെ മകൻ അമ്മയോട് പറഞ്ഞു. അത് കേട്ട് അവർ ആ കുഞ്ഞിനെ തന്നെ നോക്കി. മോൻ എവിടെ വെച്ചാ ഈ വണ്ടി കണ്ടേ? ഗൗരി ചോദിച്ചു. ഞാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വണ്ടി അവിടെ റോഡിൽ നിർത്തിയിട്ടേക്കുമായിരുന്നു.
എത്ര തവണ കണ്ടു ഈ വണ്ടി മോൻ അവിടെ? കുറേ തവണ കണ്ടു. ഈ വണ്ടി മോൻ എന്തുകൊണ്ടാ ശ്രദ്ധിച്ചേ? അതായത് ഒത്തിരി വണ്ടികൾ ഇതുവഴി പോകുന്നുണ്ടല്ലോ, എന്നിട്ട് ഈ വണ്ടി മാത്രമെന്താ മോൻ ഓർത്തു വെച്ചെന്നാ ആന്റി ചോദിച്ചേ. ഗൗരി ചോദിച്ചത് മനസ്സിലാകാതെ നിന്ന കൊച്ചിനോട് നന്ദൻ ചോദിച്ചു. ആ വണ്ടിയിലെ അങ്കിൾ മുഖത്ത് ബ്ലാക്ക് മാനെ പോലെ കറുത്തൊരു മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വണ്ടിക്ക് അച്ഛയുടെ വണ്ടിയുടെ അതേ നമ്പർ തന്നെയായിരുന്നു. എന്നിട്ട് ഈ കാര്യം മോൻ അച്ഛയോട് പറഞ്ഞില്ലേ? മോൻ പറഞ്ഞതാ, പക്ഷേ അച്ഛ വിശ്വസിച്ചില്ല. ഒരേ നമ്പറുള്ള വേറെ വണ്ടി കാണില്ലാന്ന് ചേച്ചിയും പറഞ്ഞു. ആ കുഞ്ഞു പറഞ്ഞു നിർത്തിയതും നന്ദൻ മതിയെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. പുറകെ അവരോട് പറഞ്ഞ് ഗൗരിയും കോൺസ്റ്റബിളും കൂടെ ഇറങ്ങി. അപ്പോൾ ആ കൊലയാളിക്ക് വ്യക്തമായി ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലേ സാർ? തിരിച്ചുള്ള യാത്രയിൽ കോൺസ്റ്റബിൾ പറഞ്ഞതും നന്ദൻ അത് ശരിവച്ചു. യെസ്, നീതി കിട്ടാത്ത ഒരാളാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ. അവന് കിട്ടേണ്ട നീതി അവൻ തന്നെ സ്വയം നേടിയെടുക്കുവാണ്. അതാണ് അവൻ കൊല്ലപ്പെടേണ്ടവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്. ലില്ലി പറഞ്ഞത് കേട്ടില്ലേ? ആ കൊലപാതകിയുടെ കയ്യിൽ എന്തോ ഒരു ആയുധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒറ്റയടി കൊടുത്തിരുന്നേൽ ലില്ലിയും കൊല്ലപ്പെട്ടേനെ. പക്ഷേ കൊലയാളി അത് ചെയ്തില്ല. പകരം അവരെ മയക്കിക്കെടുത്തുക മാത്രമാണ് ചെയ്തത്, നന്ദൻ പറഞ്ഞു. യെസ്, രമ്യയുടെ കൊലപാതകം നടന്ന സമയം അവരുടെ ഭർത്താവും കുട്ടിയും ഭർത്താവിന്റെ മാതാപിതാക്കളും അന്ന് ആ വീട്ടിലുണ്ടായിരുന്നു. അവരെയെല്ലാം മയക്കിക്കെടുത്തിയ ശേഷമാണ് രമ്യയെ കൊലപ്പെടുത്തിയത്. ഒന്നില്ലെങ്കിൽ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ നന്ദൻ പറഞ്ഞതുപോലെ അർഹിച്ച നീതി ലഭിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ ഒരു സൈക്കോ, ഗൗരിയും ആലോചനയോടെ പറഞ്ഞു. അപ്പോഴേക്കും അവർ തിരിച്ച് നന്ദന്റെ ഓഫീസിലെത്തിയിരുന്നു. ലേറ്റ് ആയതുകൊണ്ട് കോൺസ്റ്റബിളിനെ അവിടെ ഇറക്കി നന്ദൻ ഗൗരിയുമായി വീട്ടിലേക്ക് തിരിച്ചു. താനെന്നെ വിട്ടുപോന്നിട്ടിപ്പോൾ 4 വർഷമായി. വീട്ടിലേക്കുള്ള യാത്രയിൽ നന്ദൻ ഗൗരിയോട് പറഞ്ഞു. അത് കേട്ട് അവൾ ശ്രദ്ധിക്കാത്ത പോലെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഈ കാലത്തിനിടയിൽ പലതവണ നിന്നെ കാണാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അന്നെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീ എന്നെ ഒഴിവാക്കി, എന്നിൽ നിന്നും ഓടി ഒളിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഈ കേസ് പോലെ 2 കേസുകൾ വന്നപ്പോഴും താൻ അതിൽ നിന്നും എസ്കേപ്പായി. അന്ന് നീ പോന്നതിൽ പിന്നെ ഒരിക്കൽ പോലും നമ്മുടെ മോളെ കാണാനും താൻ എന്നെ അനുവദിച്ചില്ല. അതിനെനിക്ക് കഴിയാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് കരുതിയിട്ടാ. നീ എന്നേലും എന്റെ സ്നേഹം മനസ്സിലാക്കി വരുമെന്ന് കരുതി തന്നെയാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് തന്നെ. നീ എന്തിനാ എന്നെ ഉപേക്ഷിച്ചു പോയേ? അതിനു മാത്രം എന്തു തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തേ? ഇത്രയും പറഞ്ഞ് നന്ദൻ വഴിയരികിലായി വണ്ടി ഒതുക്കി നിർത്തി. അത് കണ്ട് ഗൗരി വേഗം തന്നെ കാറിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നു. ആ പോക്ക് കണ്ട് അല്പനേരം നന്ദൻ കാറിനുള്ളിൽ തന്നെയിരുന്നു. അവൾ വീട്ടിലേക്ക് കയറിയത് കണ്ടതും നന്ദൻ കാറ് തന്റെ വീട്ടിലേക്ക് ഓടിച്ചു കയറ്റി. വീട്ടിലേക്ക് കയറിപ്പോയ ഗൗരിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ നെക്സ്റ്റ് പാർട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.